അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا هل أدلكم على تجارة تنجيكم من عذاب أليم. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരികളെ, ഈ പരിപാടി നിയന്ത്രിക്കുന്ന എൻ്റെ സഹപ്രവർത്തകർ, നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട, എപ്പോഴും കരുതിയിരിക്കേണ്ട കാര്യങ്ങൾ പഠിക്കാനും അങ്ങനെ ക്രമാനുഗതമായി നമ്മൾ വളർന്ന് അള്ളാഹുവിൻ്റെ സ്വർഗം വരെ വളർന്നെത്താനുമുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അത്തന്മിയ എന്ന് പറയുന്നത് തന്നെ വളർച്ചയാണ്. അള്ളാഹു നമുക്കൊരു വലിയ അനുഗ്രഹത്തിൻ്റെ മാസമാണ് നൽകിയത്. അത് കഴിഞ്ഞ് തുടക്കമാണല്ലേ, റമദാൻ കഴിഞ്ഞ് തുടങ്ങി. ശരിക്കു പറഞ്ഞാൽ റമദാനിൻ്റെ അനുഗ്രഹം നമ്മൾ ആസ്വദിക്കുന്ന മാസങ്ങളാണ് ശവ്വാൽ മുതൽ ഇനിയുള്ള ശഅബാൻ വരെ. പൂർവികന്മാരായ ആളുകളുടെ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. 6 മാസം റമദാൻ കഴിഞ്ഞാൽ 6 മാസം അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും പിന്നീടുള്ള 2ാം ഘട്ടത്തിലെ 6 മാസം റമദാനിലേക്ക് അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാനിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീക്കിന് വേണ്ടി ആ മാസത്തിലേക്ക് ഞങ്ങളിനി എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അവരെന്ന്. അപ്പോൾ റമദാൻ നമ്മളിൽ നിന്ന് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാകുമോ? അള്ളാഹു നമ്മളെ ഓരോ നോമ്പ് കൊണ്ടും 70 വർഷത്തെ വഴിദൂരം ഒരു നോമ്പ് നോറ്റാൽ ഒരു വിശ്വാസിയെ നരകത്തിൽ നിന്ന് അള്ളാഹു അകറ്റും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 30 ദിവസത്തെ അല്ലെങ്കിൽ 29 ദിവസത്തെ നോമ്പ് കൊണ്ട് എത്രയോ വർഷം നരകത്തിൽ നിന്ന് നമ്മൾ അകറ്റപ്പെട്ടിട്ടുണ്ട്. നരകത്തിലേക്ക് നമ്മൾ എത്തുന്നതിൻ്റെ 1000-2000 വർഷങ്ങൾ നമ്മൾ പിന്നോട്ട് പോയിട്ടുണ്ട്. വലിയൊരു അനുഗ്രഹമാണല്ലോ അത്. ആ ലൈലത്തുൽ ഖദറിൻ്റെ നല്ല രാവുകളും കൂടി നാം ഇബാദത്ത് കൊണ്ട് ധന്യമാക്കി നമുക്ക് കിട്ടിയിരുന്നുവെങ്കിൽ എത്രയോ വർഷം തന്നെ നമ്മൾ പടച്ചവൻ്റെ സ്വർഗത്തിലേക്ക് അടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര വൃത്തിയും വെടിപ്പും
നന്മയും നിറഞ്ഞു നിൽക്കുന്ന നമ്മൾ ഇനി ആ ഒരു പഴയ ജീവിതത്തിലേക്ക് മടങ്ങാതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്നത്. ശവ്വാലിൻ്റെ 6 നോമ്പ് മിനിയാന്നാണ് കഴിഞ്ഞത്. അല്ലെങ്കിൽ അത് തുടർച്ചയായി നോറ്റിട്ടില്ലെങ്കിൽ ഇനിയും ഏതാനും ദിവസങ്ങളുണ്ട്. നമ്മൾ നോൽക്കണം. 6 നോമ്പ് നമ്മൾ നോൽക്കണം. എത്ര പ്രയാസപ്പെട്ടിട്ടെങ്കിലും അത് നോറ്റാൽ നമുക്കറിയാത്ത ഒരു വലിയ അനുഗ്രഹം നമുക്കുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല ദിവസങ്ങളിൽ എനിക്ക് നിങ്ങളോട് പറയാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്, നമ്മളെന്നും ഓതുന്ന, ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെയൊക്കെ മടിയിലിരിക്കുന്ന ആ കുട്ടികൾക്ക് വരെ അറിയുന്ന സൂറത്തുൽ ഫാത്തിഹയെ പറ്റി കുറച്ച് കാര്യമാണ്. നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു കച്ചവടമാണ്. നമ്മുടെ കൂട്ടത്തിൽ പലരും കച്ചവടക്കാരുണ്ടാവുമല്ലോ. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീക്കും മിൻ അദാബിൻ അലീം. ഖുർആനിൽ നമ്മളൊക്കെ ചെയ്യുന്ന, അങ്ങാടികളിൽ ചെയ്യുന്ന കച്ചവടത്തെപ്പറ്റി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. വേറൊരു കച്ചവടവും കൂടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതം ഒരു കച്ചവടമാണ്. കച്ചവടത്തിൽ എന്താണുള്ളത്? നമ്മൾ ക്യാഷ് കൊടുക്കുന്നു, അതിന് തുല്യമായ മുതൽ കച്ചവടക്കാരൻ, പീടികക്കാരൻ തരുന്നു. അപ്പോൾ കസ്റ്റമർ കൊടുക്കുന്ന സംഖ്യയുടെ മൂല്യത്തിനനുസരിച്ച് ക്വാളിറ്റിയുള്ള വസ്തു അള്ളാഹു നമുക്ക് ഇങ്ങോട്ട് തരുന്നു. അതൊരു കച്ചവടമാണ്. അതാണല്ലോ കച്ചവടം. ഞാനൊരു 1.5 മണിക്കൂർ 2 മണിക്കൂർ മുമ്പ് പുറപ്പെട്ടതാണ്. ഒരു പ്രത്യേകമായ ലാഭവും ഇല്ല. ഈ കച്ചവടത്തിൽ ലാഭം കിട്ടണമെന്നല്ലാത്ത നമ്മളെ സുഹൃത്തുക്കൾ വിളിച്ചു, ഇങ്ങോട്ട് വന്നു. ഈ വരുന്ന ഓരോ നിമിഷങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നത് അള്ളാഹു എനിക്ക് അതിനാവശ്യമായ എൻ്റെ സമയം, എൻ്റെ യാത്ര, അതൊക്കെ പടച്ചവനാണ്ട് കൊടുത്തപ്പോൾ അതിന് അല്ലാഹു തആല എനിക്ക് എന്തൊക്കെയോ തരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. തരുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മളൊക്കെ പ്രാർത്ഥിക്കണം. അപ്പോൾ നിങ്ങളൊക്കെ, ഈ സ്ത്രീകളൊക്കെ വീട്ടിൽ എന്തെല്ലാമോ തിക്കും തിരക്കും, കുട്ടികളും മക്കളും അവരുടെ പ്രശ്നങ്ങളുമായി ഇരിക്കുന്ന സന്ദർഭമാണ്. പരീക്ഷ ഒരു ഭാഗത്ത്, കുട്ടികളെ പഠിപ്പിക്കേണ്ട കാര്യം, ആണുങ്ങളും അതിനേക്കാളും തിരക്കുള്ളവരാണ്. അങ്ങനെയൊക്കെ തിരക്കുണ്ടായാലും നമ്മളതൊക്കെ പടച്ചവനാണ് കൊടുക്കുകയാണ്. നമ്മുടെ ധൃതിയും നമ്മുടെ ബിസി ആയി നടക്കുന്ന ജീവിത പ്രശ്നങ്ങളൊക്കെ പടച്ചവന് കൊടുക്കണതാണ്. എന്തിനാണത്? അത്തന്മയിൽ ഹാജരാവണം, എന്തെങ്കിലും കേൾക്കണം, പഠിക്കണം. അപ്പോൾ ഒരു കൊള്ളക്കൊടുക്കുക. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു, ഇങ്ങോട്ട് കിട്ടുന്നു. ഈ ഒരു കച്ചവടത്തിലാണ് നമ്മളൊരു ബോധപൂർവമാണ് ആ കച്ചവടം നടത്തുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, തമത്തല്ലാഹു ഫീ ഇംറഅതിക. നീ ഭാര്യയ്ക്ക് ഒരു റൊട്ടി കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ ആ റൊട്ടിയുടെ ഒരു കഷ്ണം എടുത്ത് ഭാര്യയുടെ വായിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പോലും അതൊരു കച്ചവടമാണ്. പടച്ചോൻ അതിൻ്റെ കൂലി നമുക്ക് തരും. അള്ളാഹു റസൂലുള്ളാഹി ഓരോ ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങൾക്കും കൂലിയുണ്ട്. നിങ്ങൾ അള്ളാഹിനോട് കൊടുത്തോളി. ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. സ്വർഗത്തിന് പകരം നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ സമ്പത്തും അള്ളാഹു വിലക്ക് വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ശരീരം കൊണ്ട് ഇന്നടത്തേക്ക് പോയിക്കോളി, പള്ളിയിൽ പോയിക്കോളി, നല്ല കാര്യത്തിന് പോയിക്കോളി, പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ പോയിക്കോളി, ദീനി ദഅവത്തിന് വേണ്ടി പോയിക്കോളി, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം പോറ്റാൻ വേണ്ടി നിങ്ങൾ കടയിലേക്ക്, മാർക്കറ്റിലേക്ക് പോകുക. അതൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങളാണ്, അംഫുസാണ്. അതുപോലെ നമ്മളെ സമ്പത്തും, ആ സമ്പത്തിനെയും നഫ്സിനെയും പറ്റി അത് അള്ളാഹുവിന് കൊടുത്താൽ എന്തിനും കൂലി കിട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സഹാബിമാർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടതും താല്പര്യപ്പെടുന്നതുമായൊരു വിഷയമാണ് ഞങ്ങളുടെ ഭാര്യമാരുമായിട്ടുള്ള ഒരു ശാരീരിക ബന്ധങ്ങളുമൊക്കെ. അതിനും കൂലി കിട്ടുമോ നബിയെന്ന്? അതിൻ്റെ ഒരു സന്തോഷവും ഗുണവും നമുക്കല്ലേ? അതിന് ഞങ്ങൾ പഠിച്ചവും കൂലി തരുമോ? നബി സല്ലല്ലാഹു അവരോട് ചോദിച്ചു, നിങ്ങളാ ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിന് പകരം
ഒരു അന്യ സ്ത്രീയുമായിട്ടുള്ള തെറ്റായ ബന്ധമാണെങ്കിൽ കുറ്റം കിട്ടുമോ? അത് കിട്ടും. എന്നാൽ നിങ്ങളുടെ ഭാര്യയെ സമീപിക്കുന്നത് പോലും അള്ളാഹുമായുള്ളൊരു ഇടപാട് സൽക്കർമ്മത്തിൻ്റെ ഇടപാടാണ്. അപ്പോൾ നമുക്ക് സൽക്കർമ്മങ്ങളല്ലാതെ പഠിക്കുന്ന കുട്ടികൾ ബുക്കെടുത്ത് വായിക്കുന്നത്, അവൻ ചിത്രം വരയ്ക്കുന്നത്, അവൻ അഭ്യാസങ്ങൾ എഴുതുന്നത്, അവൻ കണക്കുകൾ ചെയ്ത് തീർക്കുന്നത്, അവൻ പരീക്ഷയ്ക്ക് പോകുന്നത് എന്ന് തുടങ്ങി നമ്മുടെ ജീവിതം, അടുക്കളയിലിരിക്കുന്ന സഹോദരി അവർ ഭക്ഷണമുണ്ടാക്കുന്നത്, അതിനുവേണ്ടി ഒരുങ്ങുന്നത്, അതിനുവേണ്ടിയുള്ള മറ്റു സജ്ജീകരണങ്ങൾ ഒരുക്കുന്നത്, ഇതൊക്കെ ഒരു വിശ്വാസിക്ക് പടച്ചവൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കണം, അത് കഴിഞ്ഞിട്ട് കുട്ടികൾ വന്നിട്ട് ഭക്ഷണം കൊടുക്കണം, ഉപ്പ വരും, ഭർത്താവ് വരും, അവർക്ക് ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ അതിഥികൾ വരുന്നുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവർ സന്തോഷത്തിലാവണം. അതൊക്കെ എന്താ, നമ്മളൊരു ഹൈറായ സാലിഹായ അമലാണ് നമ്മൾ ചെയ്യുന്നത്. ആ സാലിഹായ അമലുകൾ നമ്മളെപ്പോഴും ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി എന്ന ഖുർആനിൻ്റെ വചനം നമ്മൾ കേൾക്കാറുണ്ട്. സൽക്കർമ്മങ്ങൾ വിശ്വസിക്കുകയും അമലുസ്സാലിഹാത്ത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ എന്ന്. ഇസ്ലാമിൻ്റെ കണക്കിൽ ഈ സൽക്കർമ്മം, നമ്മൾ പെട്ടെന്ന് സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ നന്നായി നിസ്കരിക്കുന്നു, നോമ്പ് വിൽക്കുന്നു, ഉംറക്ക് പോകുന്നു, ഇടയ്ക്കിടയ്ക്ക് ഹജ്ജിന് പോകുന്നു, അക്കാത്ത് കൊടുക്കുന്നു, ദാനധർമ്മം ചെയ്യുന്നു, അത് മാത്രമല്ല സൽക്കർമ്മം. നന്നായി വണ്ടി ഓടിക്കുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആണെങ്കിൽ അത് വളരെ നിയമം പാലിച്ചുകൊണ്ട് വണ്ടി ഓടിച്ച് വൈകുന്നേരം ഒരു 500 റുപ്യ സമ്പാദിക്കാനുള്ള പ്രവർത്തനം നടത്തുന്നു, അതും അമലു സാലിഹത്ത്. അത് നന്നായി ചെയ്യണം. ഒരു സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ, നമ്മളൊരു കറി വെക്കുകയാണെങ്കിൽ, നമ്മളൊരു മറ്റേതെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ, എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, അത് എങ്ങനെയാണോ ചെയ്യേണ്ടത് അതിനനുസരിച്ച് നല്ല നിലക്ക് ചെയ്താൽ അതൊക്കെ സൽക്കർമ്മങ്ങളാണ്. പക്ഷേ ചില സൽക്കർമ്മങ്ങൾ നിസ്കാരത്തിനൊക്കെ ഒന്നു വേണം, തവാഫ് നിസ്കാരത്തിനൊക്കെ. ചില സൽക്കർമ്മങ്ങൾക്ക് ഔറത്ത് മറക്കണം, ചില സൽക്കർമ്മങ്ങൾക്ക് കിബിലക്ക് തിരിഞ്ഞു നിൽക്കണം, ചില സൽക്കർമ്മങ്ങൾക്ക് അതൊന്നും വേണ്ട. നമ്മൾ പറമ്പിൽ തെങ്ങിൻ്റെ ചുവട്ടിൽ വളവിടാൻ വേണ്ടി കൊത്തിപ്പെറുക്കി മണ്ണ് കൊത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവന് മുണ്ട് മാറ്റി അവന് വിയർത്തൊലിച്ചിട്ടാണ് അവൻ്റെ അമലു സാലിഹത്ത് ചെയ്യുക. എല്ലാം അമലു സാലിഹത്ത്, എല്ലാം പടച്ചോന് നമ്മളാണ് കൊടുക്കാൻ നമ്മുടെ ജീവിതം. ഹൽ അതുല്ലുക്കും അലാ തിജാറത്തിൻ, ഞാൻ നിങ്ങൾക്കൊരു കച്ചവടത്തെ പറ്റി പറഞ്ഞു തരട്ടെയോ? തുൻജീക്കുമിൻ അദാബിനലീം, അള്ളാഹുവിൻ്റെ വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു കച്ചവടം പറഞ്ഞു തരട്ടെയോ? എന്നാൽ പറയ് നബി എന്ന് കാത്തിരിക്കുകയാണ്. നബി പറയുന്നു, തുഅ്മിനൂന ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കുക. ഒന്നാം തരം കച്ചവടം അതാ. നിങ്ങൾ അള്ളാഹുവിനെ വിശ്വസിച്ചിട്ട് അവിടെ ഇരുന്നാൽ തന്നെ മതി. നിങ്ങളെ ഓരോ ശ്വാസവും നന്മയാണ്. വതുജാഹിദൂന ഫീ സബീൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ എന്തെങ്കിലും അധ്വാനിക്കുക. ഓരോരുത്തരും ചെയ്യേണ്ട, ഓരോരുത്തരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അധ്വാനിക്കുക. അതിൻ്റെ ഏറ്റവും വലിയ അധ്വാനം ജിഹാദ്, യുദ്ധമാണ്. ഫീ സബീലിൽ ഷഹീദാകാണ്. എന്നാൽ ഓരോ ചെറിയ കാര്യങ്ങളും, ഒരു കസേര, ഒരു സഹോദരൻ അതൊരു കസേര എടുത്തിട്ടുണ്ട്, അത് അയാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതോ അയാൾ ചെയ്യേണ്ടതുമാണ്, അതൊരു ചെറിയ അധ്വാനമാണ്. ഒരു ചെറിയ കുട്ടി ഇവിടെ വെച്ചിട്ട് അവിടെ ഒരു കടലാസ് നമ്മളെ പള്ളിയിൽ നിന്ന് കണ്ട് പുറത്തേക്ക് ഇടുന്നു, അതൊരു ഒരു അമലു സാലിഹത്താണ്, ഒരു ജിഹാദാണ്. എല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള അള്ളാഹുവിന് കൊടുക്കുന്ന കർമ്മമാണ്. ആ കൊടുക്കുന്ന കർമ്മത്തിന് ഇഖ്ലാസ് അനുസരിച്ച്, നമ്മുടെ ആത്മാർത്ഥതക്കനുസരിച്ച് അള്ളാഹ് നമുക്കതിന് പകരം സ്വർഗം തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. സ്വർഗത്തിലേക്ക് നമ്മളെ അള്ളാഹു തആല പിടിച്ചു വലിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതാണ് ഒരു വിശ്വാസിക്ക് എപ്പോഴും സമാധാനിക്കാം, നല്ല സമാധാനമാണ്. ഒരു നോമ്പ് നോറ്റാൽ 70 കൊല്ലത്തെ വഴി ദൂരം നമ്മളകന്നു. 29 നോമ്പ് നോറ്റു, 6 നോമ്പ് അതിൻ്റെ പുറമെ നോറ്റു, ഒരു 35 നോമ്പ് അല്ലെങ്കിൽ 36 നോമ്പ്. പിന്നീട് നമ്മൾ അതിനോടനുബന്ധിച്ചുള്ള സൽക്കർമ്മങ്ങൾ, പ്രാർത്ഥനകൾ, പരിശുദ്ധ ഖുർആൻ, ഒരു ഹർഫ് നമുക്ക് അല്ലാഹ് നൽകിയ ഭാഗ്യം നമ്മൾ അങ്ങനെ കാണണം. ഒരു ഹർഫ്, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ല, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഒരു ഹർഫ് ഒരാൾ ഓതിയാൽ അവന് 10 കൂലിയുണ്ട്. നമ്മുടെ നബി പറഞ്ഞു, അലിഫ്ലാമി ഇലാഖുൽ അലിഫ്ലാമീൻ ഹറഫ്. അലിഫ്ലാമി എന്നുള്ളത് ഒരു ഹർഫല്ല, അത് 3 ഹർഫാണ്. വലാക്കിൻ അലിഫ് ഹർഫുൻ, ലാം ഹർഫുൻ, മീം ഹർഫുൻ. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഖുർആനിൽ ഒരു വട്ടം ഖത്തം തീർത്തവരുണ്ട് ഈ റമദാനിൽ, 2 വട്ടം, 3 വട്ടം, 5 വട്ടം, 7 വട്ടം ഒക്കെ ഖത്തം തീർത്തവരുണ്ട്. ഇത്രയധികം ഖത്തം തീർത്തുകൊണ്ട് ഖുർആൻ നമ്മൾ റമദാനിൽ ഓതിയിട്ടുണ്ടെങ്കിൽ എത്ര ഹർഫുകളാണ്!
ആ ഹർഫിനെ നമ്മൾ 10 കൊണ്ട് ഗുണിച്ചാൽ എത്ര നന്മകളാണ് അല്ലാഹു തആല നമുക്ക് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ എങ്ങനെയാണ് നമ്മൾ നരകത്തിൽ കിടക്കുക? അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ കുളിച്ച് ശുദ്ധമായി നമ്മളെ ശരീരത്തെ ഇത്രയും കാലം കൊണ്ട് നമ്മൾ സ്വർഗത്തിന് പാകമാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ ജീവിതത്തെ വെച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം, നമ്മൾ സ്വയം ചിന്തിക്കണം. നമ്മൾ ജീവിതത്തെ ഈ ഒരു നോമ്പും അതിലുള്ള സൽക്കർമ്മങ്ങളും കൊണ്ട് സ്വർഗത്തിന് വേണ്ടി നമ്മൾ ഒരുക്കി തയ്യാറാക്കി ഭരിച്ചിട്ടുണ്ട്. മരണമല്ലാതെ ആ സ്വർഗത്തിലേക്കാണ് കടക്കാൻ നമുക്കിനി വേറെ ഒരു തടസ്സമില്ല. മരിച്ചു കിട്ടണമല്ലോ, അള്ളാഹുവിൻ്റെ അവധി എത്തണമല്ലോ. അത്രമാത്രം സൽക്കർമ്മങ്ങൾ കൊണ്ട് നിരതമായ ഒരു ജീവിതമാണ് ഒരു വിശ്വാസിക്ക് അല്ലാഹു തആല കൊടുത്തത് എന്നാണ് പറയുന്നത്. അവൻ്റെ വീട്ടിലേക്ക് ഉപ്പും മുളകും കൊണ്ടുപോകുന്നത് പോലും അത്താമ തല്ലാഹു ഫി ഇമ്രാത്തിക സൽക്കർമ്മം. അപ്പോൾ ഈ കച്ചവടത്തിൽ നമ്മൾ ജയിക്കണം. ആ കച്ചവടത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കച്ചവടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നതാണ് നമസ്കാരം. അതൊരു കച്ചവടമാണ്. ഓ അങ്ങോട്ട് തരുന്നു, ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നു. ഖസംതു സലാത്ത ബൈനി വബൈന അബ്ദി നിസ്ഫൈൻ വലി അബ്ദി മാസാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഖസംതു സലാത്ത ബൈനി വബൈന അബ്ദി നിസ്ഫൈൻ, നിസ്കാരം ഞാൻ അങ്ങോട്ട് ഭാഗിച്ചിരിക്കുകയാണ്, എൻ്റെയും എൻ്റെ അടിമയുടെയും ഇടയിൽ രണ്ടാക്കി പകുത്ത് വെച്ചിരിക്കുകയാണ്. രണ്ടാക്കി. നിസ്കാരത്തിൽ കുറച്ച് എനിക്ക്, ബാക്കി അവന് അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കുകയാണെന്ന്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിഹ നമുക്കൊരു ഉദാഹരണമായി പറഞ്ഞത്. അപ്പോൾ നമ്മൾ നിസ്കാരത്തിലൊന്ന് ആലോചിച്ച് നോക്കുകയാണെ. നിസ്കാരത്തിൽ നമ്മളിപ്പോൾ നിസ്കരിച്ചല്ലോ, നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം അത് അള്ളാഹുവിന് കൊടുക്കുകയാണല്ലോ. നമ്മളൊന്നും ചോദിക്കണില്ലല്ലോ, അള്ളാഹു വലിയവനാണ്, ഒന്നും ചോദിച്ചിട്ടില്ല, ഇങ്ങോട്ടൊന്നും ചോദിക്കണില്ല, അള്ളാഹുവിന് കൊടുക്കുക. അള്ളാഹു ബിസ്മി ചൊല്ലി ഫാത്തിഹ ഓതി ഒക്കെ നമ്മൾ അള്ളാഹുവിനാണ് കൊടുക്കുക. അതിനിടയിൽ ചോദിക്കുന്നുണ്ട്, കുറച്ചും കണ്ട് ചോദിക്കുന്നു, കുറച്ച് അള്ളാഹുക്ക് കൊടുക്കും. പിന്നെ നമ്മൾ റുക്കോയിൽ സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പറയുമ്പോൾ സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക എന്ന് പറയുന്നത് അള്ളാഹുവിന് അങ്ങോട്ട് കൊടുക്കാൻ. പടച്ചവനെ നീ പരിശുദ്ധനാണ്, ഞങ്ങളുടെ രക്ഷിതാവേ നീ സ്തുതിക്കർഹനാണ്, അങ്ങോട്ട് കൊടുത്തു. അവിടെ ഒരു ലേശം അങ്ങോട്ട് ചോദിക്കുന്നു, അല്ലാഹുമ്മ ഗ്ഫിർലി, പടച്ചവനെ പൊടുത്തു തരണം. അങ്ങോട്ട് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട്, അതാണ് നമ്മൾ കാശ് അങ്ങോട്ട് കൊടുത്തിട്ട് മുതൽ കൊണ്ട് വാങ്ങുന്ന പോലെ നമ്മളെ അമലും പ്രാർത്ഥനകളും ദിക്റും അങ്ങോട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമ്മളെ ആവശ്യമുള്ളത് എന്താ? നമുക്ക് പുറത്ത് കിട്ടണം. അല്ലാഹുമ്മ ഗ്ഫിർലി റബ്ബനാ വലക്കൽ ഹംദ് ഒന്നും അങ്ങോട്ട് കൊടുക്കണില്ല. എന്നാ അഹ്ല സനാഇ വൽ മജ്ദ് ഹഖ്ഖു മാ ഖാലൽ അബ്ദ് വ കുലുനാ ലക അബ്ദ് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. എഴുത്തിദാലിലെ ദീർഘമായ ആ പ്രാർത്ഥന നമ്മൾ ചൊല്ലുകയാണെങ്കിൽ, അല്ലെങ്കിൽ റബ്ബനാ വലക്കൽ ഹംദ് ചൊല്ലുകയാണെങ്കിൽ അത് അള്ളാഹ്ക്ക് കൊടുക്കുകയാണ്. എന്നാൽ അതിൻ്റെ ദീർഘമായ പ്രാർത്ഥനയിൽ കുറച്ചും കണ്ട് അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. സുജൂദിൽ മൊത്തം അള്ളാഹുവിന് കൊടുക്കുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി എന്നുള്ളത് ഇങ്ങോട്ട് വാങ്ങുക. ഇടയിലെ ഇരുത്തത്തിൽ അള്ളാഹുവിന് അങ്ങോട്ട് ഒന്നും കൊടുക്കണില്ല. അല്ലാഹുമ്മ ഗ്ഫിർലി ഉർഹംനി ഇത് നമ്മൾ അങ്ങോട്ട് ഒക്കെ ഇങ്ങോട്ട് ചോദിക്കുകയാണ്. നമസ്കാരം ഖസംതു സലാത്ത ബൈനി വബൈന അബ്ദി നിസ്ഫൈൻ, നബി അതാ പറഞ്ഞു, ഞാൻ നിസ്കാരത്തെ എൻ്റെയും എൻ്റെ അടിമൻ്റെയും ഇടയിൽ പപ്പാതിയാക്കിയിട്ട് പകുതിയാക്കിയിട്ട് വിഭജിച്ചിരിക്കുകയാണ്. നമ്മൾ ആലോചിക്കലുണ്ടോ അങ്ങനത്തെ ഒരു നിസ്കാരം? അങ്ങനെ ചെല്ലുന്നു. നമ്മളാണ് പോയിട്ട് ഒരുപാട് തിരക്കിനിടയിൽ, ആണുങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ വീട്ടിലെ ഒരുപാട് ജോലി തിരക്കിനിടയിൽ ലോറ് കള്ളാവ് പോകല്ലോ, അല്ലെങ്കിൽ അസ്റായല്ലോ, ബാങ്ക് കൊടുത്തല്ലോ, വേഗം നിസ്കരിക്കട്ടെ, നമ്മളങ്ങോട്ട് നിസ്കരിക്കുന്നു എന്നതല്ല വേണ്ടത്. നമ്മൾ ഈ ഒരു കച്ചവടം ഞാൻ കുറച്ച് കച്ചവടം ചെയ്യട്ടെ എന്നായിരിക്കണം നമ്മുടെ മനസ്സിൽ. കുറച്ച് അള്ളാഹ്ക്ക് കൊടുക്കാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിസ്കാരത്തിനെ രണ്ടാക്കി വിഭജിച്ചിട്ട് വലിയ അബ്ദി മാസാൽ, എൻ്റെ അടിമക്ക് ഈ കച്ചവടത്തിൽ അടിമ ചോദിച്ചൊക്കെ കൊടുക്കും. കാരണം പടച്ചോന് കൊടുക്കേണ്ടത്, നമ്മൾ കൊടുക്കേണ്ട വസ്തുവിൻ്റെ മുതലിൻ്റെ വില നമ്മൾ 1000 ഉറുപ്പികയാണെങ്കിൽ 1000 ഉറുപ്പിയാണ് കൊടുത്താൽ അള്ളാഹ് അതിന് പകരം 1000 ഉറുപ്പിൻ്റെ മുതല പടച്ചോ കച്ചവടക്കാരൻ നമുക്ക് തരണ്ടേ? ഇവിടെ അള്ളാഹുവാണ് കച്ചവടക്കാരൻ. അള്ളാഹുവാണ് ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലുഹും ബി അന്ന ലഹുമുൽ ജന്ന, സ്വർഗം തരാമെന്നും പറഞ്ഞിട്ട് അള്ളാഹു തആല കണ്ട് വാങ്ങിയതാണ് നമ്മളെ ശരീരവും നമ്മുടെ സമ്പത്തും. എന്നിട്ട് അള്ളാഹു സൂറത്തുൽ ഫാത്തിഹ, ഞാൻ അതുകൊണ്ടാണ് ഫാത്തിഹയെ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ നമുക്കറിയാൻ കഴിയും.
ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ എന്നുള്ളതിന് ഒരുപാട് പേരുകൾ ഈ ഫാത്തിഹ സൂറത്തിനുണ്ട്. നമ്മളൊക്കെ ഫാത്തിഹ ഫാത്തിഹ എന്ന് പറയുന്നു. ഒന്ന് അസാസുൽ ഖുർആൻ, ഖുർആൻ്റെ അടിത്തറയാണ്. അതിൻ്റെ പേരതാണ്. ഫാത്തിഹയ്ക്ക് ഓരോ സൂറത്തിനും പല പേരുകളുണ്ട്, ഒന്നിലധികം പേരുകളുണ്ട്. ഫാത്തിഹയുടെ ഒന്നാമത്തെ ഒരു പേര് അസാസുൽ ഖുർആൻ, ഖുർആനിൻ്റെ അടിത്തറയാണ്. ഖുർആനിലുള്ള എല്ലാം ഫാത്തിഹയിലുണ്ട്. സ്തുതികീർത്തനങ്ങളുണ്ട്, അള്ളാഹുവിൻ്റെ റുബൂബിയത്ത്, അള്ളാഹുവിൻ്റെ പരമാധികാരം, രക്ഷാകർതൃത്വത്തിൻ്റെ അംഗീകാരമുണ്ട്, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അള്ളാഹുവിങ്കൽ നിന്ന് നമുക്ക് ചോദിച്ചു വാങ്ങേണ്ട കാര്യങ്ങളുണ്ട്, പൂർവികന്മാരുടെ, അമ്പിയാക്കന്മാർ, സാലിഹീങ്ങളുടെ ചരിത്രമുണ്ട്. അതിൻ്റെ പുറമെ അമ്പിയാക്കന്മാരെ ധിക്കരിച്ച ആദം അലൈഹിസ്സലാം മുതലുള്ള മൊത്തം അമ്പിയാക്കന്മാരെയും ധിക്കരിച്ച ആളുകളുടെ ചരിത്രമുണ്ട്. എന്നാൽ കൽപ്പിച്ചു കൂട്ടി ധിക്കരിക്കാതെ, അതങ്ങനെ കാര്യമായി ആലോചിക്കാതെ അശ്രദ്ധയിലായി ഇങ്ങനെ പോയിട്ട് അശ്രദ്ധ കൊണ്ട് അമ്പിയാക്കന്മാരുടെ ജീവിതത്തിൽ നിന്ന് പഴച്ചുപോയ ആളുകളുടെ ചരിത്രമുണ്ട്. ഒക്കെ ഫാത്തിഹയിലാണ്. അസാസുൽ ഖുർആൻ, ഖുർആനിൻ്റെ അടിത്തറയാണ് ഫാത്തിഹ. അസാസ് എന്ന് പറഞ്ഞാൽ അടിക്കല്ല്, തറക്കല്ലാണ്. മറ്റൊരു പേര് ഫാത്തിഹയ്ക്ക് അല്ലാഹു തആല പഠിപ്പിച്ചത്, റസൂലുള്ളാഹി പഠിപ്പിച്ചത് അൽ കാഫിയ എന്നാണ്. അൽ കാഫിയ എന്ന് പറഞ്ഞാൽ മതിയാകുന്നത് എന്ന്. അൽഹംദുലില്ലാഹില്ലദീ അത്അമന വ കഫാന എന്ന് പറഞ്ഞില്ലേ, നമ്മൾ ഭക്ഷണം കഴിച്ചാൽ പടച്ചോനെ ഭക്ഷണം തന്നു, ഞങ്ങൾക്ക് മതിയാക്കി തന്നു. അൽ കാഫിയ, മതിയാവുന്ന. ഫാത്തിഹ മതി നമ്മുടെ ജീവിതത്തെ മാറ്റാൻ. എത്ര വട്ടം നമ്മൾ ഫാത്തിഹ ഓതുന്നുണ്ട്, സുന്നത്തിലും ഫർദിലും കൂടിയായിട്ട് ഒരുപാട് വട്ടം അല്ലേ. ഫാത്തിഹ മതി നമ്മുടെ ജീവിതത്തെ മാറ്റാൻ. അൽ കാഫിയ അത് മതിയാണ്. അൽ ഹംദ് അതിൻ്റെ തുടക്കത്തിലുള്ള വചനമായതുകൊണ്ടാണ് സ്തുതിയുടെ, എല്ലാ സ്തുതിയുടെയും സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഫാത്തിഹ പഠിച്ച ഒരാൾക്ക് പഠിച്ചോനെ സ്തുതിക്കാതിരിക്കാൻ കഴിയില്ല. അൽ ഹംദ്, സൂറത്തുൽ ഹംദ്, സൂറത്തുൽ കാഫിയ, അതാണ്. മറ്റൊരു പേരെന്താണ്? സൂറത്തു ദുആ, പ്രാർത്ഥനയുടെ സൂറത്ത് എന്ന്. സൂറത്തുൽ ഫാത്തിഹയുടെ രണ്ടാം പകുതി ദുആ ആണ്. ഇഹ്ദിന സിറാത്ത് ഇയ്യാക നസ്തഈൻ എന്നുള്ളത് മുതൽ പ്രാർത്ഥനയാണ്. സൂറത്തു ദുആ എന്നാണ് അതിൻ്റെ പേര്. സൂറത്തു ദുആ ഇപ്പം എത്ര പേരായി? സൂറത്ത് അസാസ് എന്നായി, കാഫിയായി, സൂറത്തുൽ ഹംദ്, അതുപോലെ സൂറത്തു ദുആ. അൽ കൻസ്, സൂറത്തുൽ കൻസ് എന്നാണ്. ഫാത്തിഹ ഒരു നിധിയാണ്. നമുക്ക് എന്ത് നഷ്ടപ്പെട്ടാലും ഒരു നിധി അവിടെ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ആ നിധി നമുക്ക് എടുത്ത് ജീവിക്കാതുകൊണ്ട്. അൽ കൻസ് എന്ന് പറഞ്ഞാൽ നിധിയാണ്. സൂറത്തുൽ കൻസ് എന്നാണ് അതിൻ്റെ പറയുക. പിന്നെ ഫാത്തിഹ എന്നുള്ളത് നമുക്കറിയാം, ഉമ്മുൽ ഖുർആൻ. ഫാത്തിഹത്തുൽ കിതാബ് എന്ന് അതിനുണ്ട്, ഫാത്തിഹ എന്നുണ്ട്, ഫാത്തിഹത്തുൽ കിതാബ് ഉണ്ട്. ഉമ്മുൽ ഖുർആൻ, ഖുർആനിൻ്റെ ഉമ്മ, മാതാവാണ്. അതായത് ഖുർആനിൽ എന്തൊക്കെയുണ്ടോ, ഒരു വീട്ടിൽ മാതാവ് ആരാ? അവിടെയുള്ള കുട്ടികളും മക്കളും ഭർത്താവും ഏട്ടന്മാരും അനിയന്മാരും എല്ലാം ഉമ്മയിലാണ് അവസാനം ചെന്ന് ചേരുന്നത്. ഉമ്മയാണ് ഒരു വീട്ടിൻ്റെ കിടാവിളക്കായിട്ടുള്ള അടിസ്ഥാനം. ഉമ്മുൽ കിതാബ്, ഉമ്മുൽ ഖുർആൻ, രണ്ടു പേരുണ്ട്. ഉമ്മുൽ കിതാബ്, ഈ വേദത്തിൻ്റെ ഉമ്മ ഫാത്തിഹയാണ്. ഉമ്മുൽ ഖുർആൻ, ഖുർആനിൻ്റെ ഉമ്മ എന്ന അർത്ഥത്തിലും സൂറത്തുൽ ഫാത്തിഹ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരുപാട് പേരുകളുള്ള നമ്മൾ ഫാത്തിഹ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി വെച്ചാൽ, നമ്മൾ നിസ്കരിക്കാൻ പോകുമ്പോൾ ഫാത്തിഹയെ നമ്മൾ പഠിച്ച് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി വെച്ചാൽ അൽ കാഫിയ അത് മതി. അൽ കൻസ് നമുക്കൊരു നിധിയായിട്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, അതിലെല്ലാം ഉണ്ട്. ചരിത്രമുണ്ട്, അതിൽ പ്രാർത്ഥന ഉണ്ട്, തൗഹീദുണ്ട്, എല്ലാ ഇസ്ലാമിൻ്റെ ശരീഅത്തുകളൊക്കെ ഉണ്ട്. അസ്സബഉൽ മസാനി വലഖദ് ആതൈനാക, നിനക്ക് ഞാൻ നൽകിയിട്ടുണ്ട്. അസ്സബഉൽ മസാനി, ആവർത്തിച്ച് ഓതുന്ന 7 ആയത്തുകൾ. വൽ ഖുർആനുൽ അദീം, ഖുർആനുൽ അദീം വേറെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആവർത്തിച്ച് ഓതുന്ന 7 ആയത്തുകൾ തന്നെയല്ലേ ഖുർആനുൽ അദീമിൽ പെട്ട ആദ്യത്തെ സൂറത്തല്ല ആണല്ലോ അത്. പക്ഷേ ഈ സൂറത്തിനെ, ഫാത്തിഹ എന്ന സൂറത്തിനെ അല്ലാഹു തആല ഖുർആനുൽ അദീമിൽ നിന്ന് വേറിട്ട് പറയാണ്.
ഒരു 7 ആവർത്തിക്കുന്ന 7 ഖുർആനുൽ അദീം മൊത്തം അൽ ബഖറ മുതൽ ഖുൽ അഊദു ബിറബ്ബിന്നാസ് വരെ അതും നിന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉമ്മുൽ കിതാബായിട്ടുള്ള സബഉൽ മസാനി ആവർത്തിക്കുന്ന 7 ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിച്ചു. ഫാത്തിഹ ഓതാത്തവന് നമസ്കാരമില്ല എന്നും പഠിപ്പിച്ചു. അപ്പോൾ നമ്മൾ ഫാത്തിഹയെ നബി നമ്മളെ ജീവിതവുമായിട്ട് കെട്ടിപ്പിടിച്ച് നമ്മളെ കണ്ട് ചുറ്റി വരിഞ്ഞിരിക്കുകയാണ്. ഫാത്തിഹ ലാ സല്ലാത്ത ഇല്ലാ ബി ഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമില്ല. ഒരു എത്ര റക്കായത്ത്, 4 റക്കായത്താണെങ്കിലും 2 റക്കായത്താണെങ്കിലും ഫാത്തിഹ ഇല്ലാതിരിക്കുമല്ലോ. പിന്നെ ഇമാം അവിടെ റുക്കോയിലാണ് നമ്മൾ എത്തിയത്. ഇമാം റുക്കോയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇമാമിൻ്റെ ഫാത്തിഹയും സൂറത്തൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇമാമിൻ്റെ കൂടെ റുക്കോയിൽ കിട്ടുമെങ്കിൽ ആ റക്കായത്തിൽ ഫാത്തിഹ ഇല്ല, എന്നാൽ മറ്റേ റക്കായത്തിൽ ഉണ്ടാവുമല്ലോ. നമ്മൾ ബാക്കി നിസ്കരിക്കുന്ന ഒരു റക്കായത്തിൽ അല്ലെങ്കിൽ 2 റക്കായത്തിൽ ഫാത്തിഹ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ഫാത്തിഹ ഓരാത്ത നമസ്കാരം ഇല്ല എന്ന് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ ഫാത്തിഹയെ നമ്മൾ നിസ്കരിക്കാൻ പോകുമ്പോൾ ഞാൻ ആ ഒരു നിലക്കാണ് പറയും. നമ്മളെന്നും പറയുന്നുണ്ടല്ലോ, എന്നും ചൊല്ലുന്നുണ്ടല്ലോ. അവൾ നമസ്കരിക്കാൻ പോകുമ്പോൾ നമ്മൾ ഫാത്തിഹ ഒന്ന് പഠിച്ചു വെക്കുക മനസ്സിൽ. എന്നാൽ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ നബി പറഞ്ഞിട്ടുണ്ട്, അഖിമി സ്വലാ ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നീ നമസ്കരിക്കുക. കാരണം നീ കൃത്യമായി നമസ്കരിക്കുന്ന ആളാണെങ്കിൽ എന്നെ മറക്കാൻ നിനക്ക് കഴിയില്ല. പഠിച്ചോൻ പറയാണ്, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് അള്ളാനെ മറക്കാൻ കഴിയില്ല. ഫാത്തിഹ നമ്മൾ ശരിക്ക് നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ. കാരണം എന്താ? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിങ്ങളെ തിന്മയിൽ നിന്നും വെറുക്കപ്പെട്ട എല്ലാ കാര്യത്തിൽ നിന്നും നിസ്കാരം നിങ്ങളെ മാറ്റും. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കണ്ട് നിസ്കാരം കഴിഞ്ഞ് ഇങ്ങോട്ട് കാര്യമായതുകൊണ്ട് നമ്മൾ വേറെ തോന്നിവാസത്തിനൊന്നും പോകണില്ല. പക്ഷെ നിസ്കാരം കഴിഞ്ഞ് നമ്മൾ വണ്ടിയെടുത്ത് അങ്ങാടിയിൽ ഇറങ്ങിയാൽ കളിയും തമാശയും പഠിച്ചോനെ മറന്ന് പലതും പറയുകയും ചെയ്യുകയും ഒക്കെ ചെയ്തേക്കാം, ജീവിതത്തിലൊക്കെ വന്നേക്കാം. പക്ഷേ നിസ്കരിക്കുന്ന ഒരാൾ, കൃത്യമായി അള്ളാഹുവിൻ്റെ മുന്നിൽ നമസ്കരിക്കുന്ന ഒരാൾക്ക് ആ ഫാത്തിഹ മതി അവനെ മാറ്റാൻ. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. അപ്പോൾ ഫാത്തിഹ കൊണ്ടും നമസ്കാരം കൊണ്ടും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മൾ ഒന്നാമതായി പഠിച്ചു വെക്കേണ്ട ഒരു വിഷയം. ഫാത്തിഹേൻ്റെ അർത്ഥം അറിയാത്ത ഒറ്റ കുട്ടിയും ഇവിടെ ഉണ്ടാവില്ല എങ്കിൽ പോലും നമ്മളതിൻ്റെ ആശയങ്ങളിലേക്ക് ഒന്നുകൂടി നമ്മൾ എടുത്തുനിന്ന് പോവുക. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഔദു ഓതാതെ ഒരിക്കലും നമ്മൾ ഖുർആൻ ഓതരുത് എന്നാണ്. ഫൈദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എപ്പോൾ ഖുർആൻ ഓതുകയാണെങ്കിലും, ഒരു ഖുൽ ഹുവല്ലാഹ് ആവട്ടെ, ഇനാഅതൈനാക്കൽ കൗസർ ആവട്ടെ, എപ്പോൾ നിങ്ങൾ ഓതുകയാണെങ്കിലും ഒരു ഔദു ഓതിയിരിക്കണം. ഫൈദാ ഖറഅതൽ ഖുർആൻ, നീ ഖുർആൻ ഓതുകയാണെങ്കിൽ, ഖുർആനായിട്ടുള്ള ആ ഒരു വാക്ക്, ഒരായത്തോ അല്ലെങ്കിൽ ഒരു സൂറത്തോ ഓതുകയാണെങ്കിൽ ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, പിശാച്ചിൽ നിന്ന് അള്ളാഹുവിനോട് നീ രക്ഷ തേടണം. എന്താണ്? ആ ഖുർആൻ നമുക്ക് ഫലപ്പെടണമെങ്കിൽ ആ പിശാച്ച് നമ്മുടെ മനസ്സിനെ മറപ്പിച്ച് കളയരുത്. നമ്മുടെ മനസ്സിനെയും ഖുർആനെയും തമ്മിൽ അടുപ്പിക്കണമെങ്കിൽ പിശാച്ചിനെ നമ്മൾ ഒഴിവാക്കണം. അതിനെ പിശാച്ചിനെ മാറ്റിയിട്ട് ഖുർആൻ തുടങ്ങിയാൽ ആ ഖുർആൻ നമ്മുടെ മനസ്സിൽ ജീവിതത്തിലുണ്ടാവും. അതുകൊണ്ട് ഔദു ഓതണം. ബിസ്മി വേണം ചെല്ലുക. ഉറക്കെ ചെല്ലേണ്ട സന്ദർഭങ്ങളുണ്ട്, പതുക്കെ ചെല്ലേണ്ട സന്ദർഭങ്ങളുണ്ട്. നമസ്കാരങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസ്മി ഉറക്കെ ചെല്ലിയിട്ടല്ല ഉണ്ടായിരുന്നത്, അൽഹംദു കൊണ്ടാണ് ആരംഭിച്ചിരുന്നത്. എന്നാൽ പതുക്കെ നബി ചെല്ലുന്നുണ്ട്. എന്താണ് ആ ബിസ്മിയിൽ കൂടി നമ്മൾ അള്ളാഹുവിനോട് പറയുന്നത്? ഒരു ബിസ്മില്ല എന്നുള്ളതല്ല. ആ ബിസ്മില്ല, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിലാണ് ഞാൻ ആരംഭിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു തവക്കുൽ, എന്താണെങ്കിലും പടച്ചോൻ്റെ പേരിലാണ് ഞാൻ ഈ തുടങ്ങുന്നത്. പടച്ചോൻ എന്നെ കൈവിടില്ല, അള്ളാഹു എന്നെ കൈവിടില്ല, ഞാൻ ചോദിക്കുന്നത് തരാതിരിക്കില്ല. ഈ ഭക്ഷണം നമ്മൾ ബിസ്മില്ല ചൊല്ലി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഈ ഭക്ഷണം കൊണ്ട് എനിക്കൊരു അപകടം ഉണ്ടാവില്ല. അത് ആത്മാർത്ഥമായി നമ്മുടെ മനസ്സിൽ തട്ടണം. അത് നാവിൽ പ്രതിബിംബം ഉണ്ടാക്കിയാൽ പോരാ, നമ്മുടെ മനസ്സിൽ തട്ടിയിട്ടാണ് ഒരു മുറുക്ക് വെള്ളം കൊടുക്കുന്നതെങ്കിൽ, നമ്മൾ വീട്ടിൽ നിന്ന് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിൻ്റെ നാമത്തിലാണെങ്കിൽ പിന്നെ പടച്ചോൻ ഏറ്റുകൊള്ളും. എല്ലാം പടച്ചോ അള്ളാഹു ഏറ്റുകൊള്ളും. അപ്പോൾ ആ ഫാത്തിഹ നമ്മൾ തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനായ കരുണാനിധിയായ, ആ കാരുണികനും കരുണാനിധിയും എന്താണ്?
പഠിച്ചവനെ ഈ നമസ്കാരം കൊണ്ട് എനിക്ക് ഉപകാരം കിട്ടണം. ഈ നമസ്കാരം സലാം വീടുന്നത് വരെ എൻ്റെ മനസ്സിനെ നിൻ്റെ മുമ്പിൽ എന്നെ പിടിച്ചു നിർത്തണം. എൻ്റെ മുമ്പിൽ നിന്നെ ഞാൻ കാണുകയാണ്, നിന്നോട് ഞാൻ സ്വകാര്യമായിട്ട് സംഭാഷണം നടത്തുകയാണ്. അതിനുള്ള ദയാ കാരുണ്യം എനിക്ക് നീ തരണം. ഈ നമസ്കാരം കൊണ്ട് എനിക്ക് നാളെ പരലോകത്ത് റഹ്മത്ത് തരണം. റഹീം എന്ന് പറഞ്ഞാൽ പരലോകത്ത് നന്മ നൽകുന്നവനും, റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ഹലോകത്ത് എനിക്ക് ഈ നമസ്കാരം കൊണ്ട്, എൻ്റെ ഈ തുടക്കം കൊണ്ട്, എൻ്റെ ഈ കർമ്മങ്ങൾ കൊണ്ട് എനിക്ക് ഗുണം കിട്ടണം. എൻ്റെ ജനങ്ങൾക്ക് ഗുണം കിട്ടണം, എൻ്റെ കുടുംബത്തിന് ഗുണം കിട്ടണം. ആ ഒരു ബിസ്മിയിൽ കൂടി നമ്മൾ അള്ളാഹുവിന് കൊടുക്കുന്ന, അർപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മളൊരു ബിസ്മി ഒന്ന് ചൊല്ലിവെക്കാണ്. പരമകാരുണികനായ നാഥ, കരുണാനിധിയായ റബ്ബേ, അതായത് ഈ ഹലോകത്ത് എല്ലാ കാരുണ്യവും നൽകുന്നവനും പരലോകത്ത് സൽക്കർമ്മങ്ങൾ ചെയ്തവർക്ക് മാത്രം കരുണ നൽകുന്നവനുമായ റബ്ബേ, ഈ ലോകത്ത് അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്കും തോന്നിവാസികൾക്കൊക്കെ അള്ളാഹു ആരോഗ്യവും സമ്പത്തും സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും കൊടുക്കും. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വിശാലത അതാണ്, എല്ലാവർക്കും കൊടുക്കും. പക്ഷെ പരലോകത്ത് അള്ളാഹു അത് പിടിച്ചു വെച്ചിട്ട് വിശ്വാസികൾക്കും നല്ലവർക്കും മാത്രമേ കൊടുക്കുള്ളൂ. അതാണ് റഹീം. അപ്പോൾ യലോകത്തും പരലോകത്തും കാരുണ്യം അതതിൻ്റെ തോതനുസരിച്ച് നൽകുന്ന നാഥ അള്ളാഹുവേ, നിൻ്റെ നാമത്തിലാണ് ഞാനിത് തുടങ്ങുന്നത് എന്ന് മനസ്സിൽ തട്ടുകയാണെങ്കിൽ പിന്നെ നമ്മളെ ഒടുക്ക ചിന്തിക്കുക. നമ്മുടെ മുമ്പിൽ അള്ളയാണുള്ളത്. ഒഴുബുദ് റബ്ബക്ക കഅന്നക തറാഹു, നീ നിൻ്റെ റബ്ബിനെ ആരാധിക്കേണ്ടത് അവനെ നീ കാണുന്ന പോലെയാണെന്നാ. അള്ളാഹുവിനെ കാണുന്ന പോലെ. എൻ്റെ മുമ്പിൽ ആ റബ്ബ് ഞാൻ കണ്ടിട്ടില്ല, ആ റബ്ബിൻ്റെ സിഫത്തുകളെ എനിക്കറിയുള്ളൂ. ഈ പ്രപഞ്ചം മുഴുവനും ഉൾക്കൊള്ളുന്ന ഇതിൻ്റെ അറശിൻ്റെ ഉടമയായ അള്ളാഹു എൻ്റെ മുന്നിലുണ്ട്. എൻ്റെ കണ്ണിൽപ്പെട്ടിട്ടില്ലെങ്കിലും അവൻ എൻ്റെ മുന്നിലുണ്ടെന്ന വിശ്വാസത്തോടു കൂടി ആ അള്ളാഹുവിലെല്ലാം അർപ്പിച്ചുകൊണ്ട് അവൻ്റെ കാരുണ്യം ഈ ഹലോകത്തും പരലോകത്തും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളൊരു ബിസ്മി ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് പിന്നെ പടച്ചവനല്ലാതെ വേറെ ഒരു കച്ചവടത്തിലും ഉണ്ടാവില്ല. അതവസരത്തിലോ മറുവശത്തോ നമ്മളിങ്ങനെ ഒരു വാ കൊണ്ട് മാത്രം ഒരു റഹീം എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? നമ്മളെന്തോ ആലോചിക്കുന്നു, കണക്ക് മറന്നുപോയി, കടയിൽ നിന്ന് കിട്ടാനുള്ള അല്ലെങ്കിൽ കടം കിട്ടാനുള്ളവനെ നിസ്കാരത്തിൽ ഓർമ്മ വരുന്നുണ്ട്, ഇനി നിസ്കാരമാണ് കഴിഞ്ഞിട്ട് ഇവിടുന്നാണ് പോയിട്ട് വേണം മറ്റതൊക്കെ ചെയ്യാൻ. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഇരുന്ന് അത്തയ്യാത്തിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മളൊക്കെ ആലോചിക്കുക, സലാം വീട്ടിയിട്ടാണ് ഇന്നോടത്ത് പോകാൻ. ഇമാമ് ഫാത്തിഹ ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സൂറത്ത് ഓതുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ എന്താ ഓരുന്നത് എന്നല്ല നമ്മുടെ മനസ്സിൽ, നമ്മൾ വേറെന്തോ ചിന്തയാണ്. ആ ഒരു ചിന്ത വിട്ടിട്ട് ഒരു ബിസ്മി നമ്മൾ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊണ്ടുകൊണ്ടാണ് ചൊല്ലുന്നതെങ്കിൽ നമ്മുടെ ജീവിതം വളരെ ധന്യമാകും, ഒരു മാറ്റം ഉണ്ടാകും. എന്നിട്ട് നോക്കൂ, അള്ളാഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഖുദ്സിയ ഹദീസിൽ കാണാം, വൈദാ ഖാലൽ അബ്ദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ ഈ ലോകത്തെ എല്ലാം സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന ആ റബ്ബുൽ ആലമീനായ അള്ളാഹു, അവനാണ് സർവസ്തുതിയും. നമ്മളത് ചെല്ലുമ്പോൾ, നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ചെല്ലുമ്പോൾ, ഇമാമിൻ്റെ കൂടെ നമ്മൾ ചെല്ലുകയാണെങ്കിൽ, ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ചെല്ലുകയാണെങ്കിൽ, അള്ളാഹുവിനെ നമ്മളങ്ങനെ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ തട്ടിയിട്ടാണ് സ്തുതിക്കുന്നതെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആകാശത്തിലുള്ള റബ്ബ് മലക്കുകളോട് പറയുമത്രേ, ഹമിദനി അബ്ദി. അള്ളാഹു തൻ്റെ മലക്കുകളോട് വിളിച്ചു പറയുമത്രേ, ഹമിദനി അബ്ദി. അവിടെ MSSൻ്റെ പള്ളിയിലിരുന്ന് നിന്ന് എൻ്റെ ഒരു അടിമ, അല്ലെങ്കിൽ ഒരു അടിമ, എൻ്റെ ഒരു അടിയാത്തി എന്നെ സ്തുതിച്ചു കേട്ടോ മലക്കുകളെ എന്ന് വിളിച്ചു പറയുന്ന പറഞ്ഞു. അപ്പം നമ്മളും നമ്മുടെ അൽഹംദും അള്ളാഹുവിൻ്റെ ആകാശലോകത്തുള്ള മലഉൽ ആയിലയിൽ അള്ളാഹുവിൻ്റെ പ്രതികരണവും തമ്മിൽ എന്തൊരു അടുത്ത പ്രതികരണമാണ്, എന്തൊരു ആശാവഹമാണ് ആ പ്രതികരണം, എന്തൊരു പ്രതീക്ഷയാണുള്ളത് ഇല്ലേ? പക്ഷെ ആ ഒരു പ്രതികരണം കിട്ടുന്ന പ്രാർത്ഥന, ഒരു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ ലോകത്തെ സംരക്ഷിക്കുന്ന, ഈ ലോകത്തിനെ മൊത്തം സംരക്ഷിച്ച് നിലനിർത്തുന്ന സൂറത്ത് റൂമിൽ 17-ാമത്തെ സൂറത്ത് മുതൽ
17-ാമത്തെ ആയത്ത് മുതൽ 27-ാമത്തെ ആയത്ത് വരെ നിങ്ങളൊന്ന് എടുത്തു നോക്കേണ്ടി. നിങ്ങൾക്ക് റബ്ബുൽ ആലമീൻ എന്ന വാക്കിൻ്റെ വലിപ്പം നമ്മൾ അറിയണം. നമ്മൾ ഫാത്തിഹ പഠിക്കുമ്പോൾ അതൊക്കെ നോക്കണം. സൂറ പരിഭാഷ ഇല്ലാത്ത ആളുകൾ ആരും ഇവിടെ ഉണ്ടാവില്ല, തഫ്സീർ അറിയുന്ന ആളുകളും ഉണ്ടാവും. സൂറത്തുർ റൂമിൽ 17-ാമത്തെ ആയത്ത് മുതൽ, ഞാനിവിടെ ഓതി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾ പോയി എടുത്ത് നോക്കിയാൽ മതി. ഇതൊക്കെ ഇത് ഇവിടെ നിന്നുകൊണ്ട് മാത്രം അവസാനിക്കരുത്. സൂറത്തുർ റൂമിലെ 17-ാമത്തെ ആയത്ത് മുതൽ 27-ാമത്തെ ആയത്ത് വരെ, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 11 ആയത്തുകൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം റബ്ബുൽ ആലമീൻ ആരാണ്. നമുക്കൊന്നും ഒരിക്കലും ഒരു കഴിവുമില്ലാത്ത, ഒരു സ്വാധീനവുമില്ലാത്ത, ഒരു റോളുമില്ലാത്ത, ഈ പ്രപഞ്ചത്തിൻ്റെ ഘടന മുഴുവനും നിയന്ത്രിക്കുന്ന കാറ്റ്, മഴ, വെളിച്ചം, ഇരുട്ട്, അന്ന് തുടങ്ങി ഈ സസ്യലതാദികൾ എല്ലാം, നമ്മുടെ റൂഹ്, നമ്മുടെ ജീവൻ, മരണം, നമ്മുടെ രോഗം, ശരീരത്തിൻ്റെ ആരോഗ്യം, ഇതിലൊന്നും ഒരു മനുഷ്യന് എത്ര വലിയ മഹാശക്തിയാണെങ്കിലും ഒരു റോളും ആർക്കുമില്ല. ആ അള്ളാഹുവിൻ്റെ റബ്ബുൽ ആലമീനിൻ്റെ വലിപ്പം സൂറത്തുർ റൂമിലെ 17 മുതൽ 27 വരെ നിങ്ങളൊന്ന് ഓതി നോക്ക്, ആ പരിഭാഷ എടുത്ത് വായിച്ചു നോക്ക്. അപ്പം അങ്ങനെയുള്ള ഞാനിവിടെ ഒരു ചെറിയ പുഴു പോലെ, ഒരു ചെറിയ വിനീതനായ മനുഷ്യൻ, ഇനി ഞാനൊന്നുമല്ല. ഇതെല്ലാം നിയന്ത്രിക്കുന്ന ആ പടച്ചവൻ, അവനാണ് ഈ ലോകത്തിലുള്ള ഇതൊക്കെ ഇങ്ങനെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്ന അവനാണ് സർവസ്തുതിയും എന്ന മനസ്സിൽ തട്ടിയ ആ സ്തുതിയാണ് നമ്മൾ അൽഹംദു ചൊല്ലുമ്പോൾ ഉണ്ടാവുന്നതെങ്കിൽ അവിടെ അള്ളാഹു മലക്കുകളെ വിളിച്ച്, അതാ MSSൻ്റെ പള്ളിയിൽ നിന്ന് ആ ഒരു പെണ്ണ്, ആ ഒരു ഫാത്തിമ, അല്ലെങ്കിൽ ആ ഒരു മുഹമ്മദ് അബൂബക്കർ ഇതാ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് മലക്കുകളോട് അഭിമാനപൂർവ്വം അള്ളാഹു നമ്മുടെ ഒരൊറ്റ അൽഹംദുലില്ല കൊണ്ട് ചൊല്ലുമെന്നാണ് നബി പഠിപ്പിച്ചത്. അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെയാണ് ഫാത്തിഹ നമ്മൾ ഓതി തുടങ്ങേണ്ടത്. അങ്ങനെയുള്ള ഒരു നമസ്കാരം, ഇൻഷാ അല്ലാഹ് നമസ്കാരത്തിൻ്റെ ശേഷം നമുക്കൊന്ന് ഫാത്തിഹ പൂർത്തിയാക്കാം. അങ്ങനെ നമ്മളൊരു ഫാത്തിഹ ഓതി തുടങ്ങിയാൽ തീർച്ചയായും ഒരു നമസ്കാരം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാരം ഇറക്കി വെക്കലാണ്. ഓരോ നമസ്കാരങ്ങളും നമുക്ക് ഏറ്റവും വലിയ പ്രതീക്ഷയാണ്, ഒരു സന്തോഷമാണ്. ജുഅയിലത്ത് ഖുർറത്തു ഐനി അസ്സലാത്ത്, നബി പറഞ്ഞു, നിസ്കാരം എൻ്റെ കണ്ണിൻ്റെ കുളിർമയാണ്. എൻ്റെ കണ്ണിൻ്റെ ഏറ്റവും നല്ല കുളിർമ നിസ്കാരമാണ്. നമ്മൾക്കോ ഇനിയാണ് കഴിഞ്ഞിട്ടുണ്ട് 4 റക്അത്ത്, ഇമാം എങ്ങാനും കുറച്ച് നീട്ടി ഓതിയാൽ നമ്മളിങ്ങനെ ആകെ പടിയാണ്. നബി പറയുന്ന അപ്പോൾ നമ്മുടെ നമസ്കാരം നമ്മൾ ഈ നിലക്ക് ഇവിടെ ഇങ്ങനെ സ്വിച്ച് ഇടുമ്പോൾ അള്ളാഹു അവിടെ ഇങ്ങനെ മലക്കുകളോട് അതാ. ഇനി അർ-റഹ്മാനിർ റഹീം നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. നമ്മൾ അർ-റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ അള്ളാഹ് അവിടെ നിന്നുകൊണ്ട് മലക്കുകളോട് നമ്മളെപ്പറ്റി ചിലത് പറയുന്നുണ്ട്. അങ്ങനെ പറയണമെങ്കിൽ എന്തു വേണം? ഒന്ന് ഫാത്തിഹയുടെ അർത്ഥം നമ്മൾ പഠിച്ചു വെക്കാം. അത് മാത്രമല്ല, നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ഒന്നെടുത്തുകൊണ്ട് പള്ളിയിലേക്ക്, മുസല്ലയിലേക്ക് കയറുമ്പോൾ നമ്മൾ ആ ബിസ്മി ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സ്, അൽഹംദു ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ആ ഒരു ഭക്തിയും പടച്ചവനുമായിട്ടുള്ള ബന്ധം, മുകളിലെ ആകാശത്തിൻ്റെ മുകളിൽ മിഅ്റാജ് രാത്രിയിൽ സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കൽ വെച്ച് അള്ളാഹു നബിയുമായിട്ടുള്ള നേരിട്ടുള്ള സംഭാഷണത്തിൽ നിന്നാണ് നിസ്കാരം നമുക്ക് ഫർളാക്കിയത്. ആ അള്ളാഹുമായിട്ടുള്ള സ്വകാര്യ സംഭാഷണമാണ് നിസ്കാരത്തിൽ. പടച്ചവനെ, നിനക്കാണ് സർവസ്തുതിയും. അള്ളാഹിന് പ്രതികരിച്ചു, ശരി, നീ എൻ്റെ സ്തുതി അംഗീകരിച്ചല്ലോ, എൻ്റെ മലക്കുകളെ, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അപ്പം ആ ഒരു ബന്ധത്തിൽ കൂടി നമ്മൾ ഫാത്തിഹ, അങ്ങനെ നമ്മളൊരു ഫാത്തിഹയുടെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാക്കി കഴിയുമ്പോൾ നിസ്കാരം നമ്മുടെ ഒരു സന്തോഷമാണ്, ഒരു ഭാരം ഇറക്കി വെക്കുന്ന ഒരു പ്രവർത്തനമാണ്. നമസ്കാരം നമ്മുടെ ഒരു ആവേശമാണ്. നമസ്കാരത്തിലേക്ക് ഓടിച്ചില്ല എന്നുള്ളതും അതിൻ്റെ സമയത്ത് നിർണ്ണയിക്കുക എന്നുള്ളതും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മഹാഭാഗ്യമായി മാറും. അങ്ങനെയുള്ള ഒരു നമസ്കാരമാണ് നമ്മുടെ ജീവിതത്തെ തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തിന്മയിൽ നിന്ന് വിരോധിക്കുന്ന നമസ്കാരം എന്ന് പറയുന്നത്. നമ്മൾ ഓരുന്ന ഫാത്തിഹയുടെ വലിപ്പവും അതിൻ്റെ ആഴവും അത് ചെന്ന് തട്ടുന്ന, പ്രകമ്പനം കൊള്ളുന്ന ആ സ്ഥാനവും നമ്മൾ അറിയണം.
അള്ളാഹുവിനാണ് സർവസ്തുതി എന്ന് പറയുമ്പോൾ എന്തിനാണ് നമ്മൾ അള്ളാഹുവിനെ അങ്ങനെ സ്തുതിക്കുന്നത്? ഒന്നും വേണ്ട. നമ്മൾ എന്തിനാണ് അള്ളാഹുവിനെ സ്തുതിക്കുന്നത്? നമ്മൾക്ക് ഈ ഒരു 10-30 ഒരു മാസക്കാലം കൊണ്ട് നമ്മളുടെ പാപങ്ങൾ എത്രയോ കഴുകിക്കളഞ്ഞ്, നമ്മളൊരു ചെലവും കൊടുക്കാതെ നമ്മളെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് നരകത്തിൽ നിന്ന് നമ്മൾ മോചിപ്പിച്ച, നമ്മളൊരു അക്ഷരം അലിഫ് എന്ന് ഖുർആനിൽ നിന്നൊരു അക്ഷരം ഓതിയാൽ 10 പ്രതിഫലം നമുക്ക് നൽകുന്ന, ഒരു നന്മ ചെയ്താൽ 700 ഇരട്ടി വരെ നമുക്ക് അല്ലാഹു തആല അതിനെ ഗുണം തരുന്ന, അങ്ങനെ നമ്മൾ എണ്ണിപ്പറഞ്ഞാൽ വൈൻ തഅദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അല്ലാഹു തആല നമുക്ക് നൽകുന്ന നിഅമത്തിൻ്റെ വലിപ്പം നമ്മൾ എണ്ണിക്കണക്ക് വെക്കുകയാണെങ്കിൽ നമുക്കത് ക്ലിപ്തപ്പെടുത്താൻ കഴിയില്ല. നമ്മളൊരു സൽക്കർമ്മങ്ങൾ ചെയ്താൽ 700 ഇരട്ടിയോ അതിലേറെയോ സൽക്കർമ്മങ്ങൾ അള്ളാഹു നമുക്ക് കൂലി തരുന്ന, അതുപോലെ നമുക്ക് ആരോഗ്യവും കണ്ണും കാതും കയ്യും ഒക്കെ നൽകിയ, ഒരു പക്ഷേ നമ്മളെക്കാളും കഴിവുള്ളവരുണ്ടാവാം, പക്ഷേ നമുക്ക് അള്ളാഹു നൽകിയ ഈ അനുഗ്രഹം, ഹിദായത്ത് എന്ന അനുഗ്രഹം, അതുതന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം. നമ്മളൊക്കെ മുസ്ലിങ്ങളായല്ലോ എന്ന ഒരൊറ്റ അനുഗ്രഹം. അപ്പോൾ ഈ അനുഗ്രഹങ്ങളൊക്കെ നൽകിയ അള്ളാഹുവിനെ സ്തുതിക്കല്ലാതെ എന്താണ് നമുക്ക് അള്ളാഹുവിന് കൊടുക്കാൻ കഴിയുക? പടച്ചവനെ, നീയാണ്, നിനക്കാണ് സർവ്വസ്തുതിയും, ഒന്നും എനിക്ക് തരാനില്ല. ഈ സ്തുതി കീർത്തനങ്ങളല്ലാതെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോഴാണ് അങ്ങനെ ഒരു അൽഹംദു ചെല്ലുമ്പോഴാണ് പടച്ചവൻ മുകളിൽ നിന്ന് എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എൻ്റെ അടിമ എന്നെ ഓർത്തുകൊണ്ട് സ്വകാര്യമായി ഓർക്കുകയാണെങ്കിൽ ഇൻ ദക്കറനി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി. അള്ളാഹു പറയാണ്, എൻ്റെ അടിമ എന്നെ അവൻ്റെ മനസ്സിൽ, അല്ലാഹ് പഠിച്ചോനെ, നീ എനിക്കിതൊക്കെ തന്നല്ലോ, ഇത്ര വലിയ സൗകര്യം തന്നല്ലോ, ഈമാന് തന്നല്ലോ, ഹിദായത്ത് തന്നല്ലോ, റമദാന് തന്നല്ലോ, സലാത്തുൽ ലൈൽ തന്നല്ലോ, വലിയ ഭാഗ്യമല്ലേ അത്. അങ്ങനെ നമ്മൾ മനസ്സിൽ ഓർത്താൽ അള്ളാഹു നമ്മളെ മനസ്സിൽ ഓർക്കുകയാണ്. വൈൻ ദക്കറനി ഫീ മലഇൻ ഇൻദഹു, അവൻ്റെ ഇടയിലുള്ള ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ എന്നെ ഓർക്കുകയാണെങ്കിൽ അള്ളാഹു തആല മലക്കുകളാകുന്ന ആ പ്രമുഖരായ മലക്കുകൾക്കിടയിൽ വെച്ച് എൻ്റെ അടിമ, അവൻ്റെ ആ പേര് അള്ളാഹ് അങ്ങനെ പറഞ്ഞിട്ട് അവൻ എന്നെ സ്തുതിച്ചു. വഇദാ ഖാലൽ അബ്ദു അർ റഹ്മാനിർ റഹീം. നമ്മൾ അർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ അത് മനസ്സിൽ തട്ടണം, വെറുതെ ഒരു പറച്ചിലല്ല. പരമകാരുണികനായ അള്ളാഹുവേ, ഈ പ്രപഞ്ചത്തെ, ഈ മനുഷ്യന്മാരെ മുഴുവനും ഇത്രയധികം കാരുണ്യം ചെയ്ത് അവനെ നിഷേധിക്കുന്നവരുണ്ട്, അവനെ ചീത്ത പറയുന്നവരുണ്ട്, അവനെ തള്ളിക്കളയുന്നവരുണ്ട്, അവനെ കരുതിക്കൂട്ടി അവനെ ധിക്കരിക്കുന്നവരുണ്ട്. എന്നാലും നമ്മളെ കയ്യും കാലും കണ്ണും മൂക്കും നമ്മുടെ ശക്തിയും നമ്മുടെ സമ്പത്തും നമ്മുടെ വീടും നമ്മുടെ ഭാര്യ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും ഒക്കെ നമുക്ക് അല്ലാഹു തആല നിലനിർത്തി തരുന്ന ആ റഹ്മാൻ, നമ്മൾ എന്തെല്ലാം കുരുത്തക്കേടുകൾ ചെയ്താലും നമുക്ക് തരേണ്ടതൊക്കെ തന്ന ആ ഒരു റഹ്മാൻ, അർ റഹ്മാൻ, പരമകാരുണികനായ, നന്മ ചെയ്തവർക്കും അല്ലാത്തവർക്കും കാരുണ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്ന റഹ്മാനായ അള്ളാഹു. അർ റഹീം, ഇനി പരലോകത്ത് ചെന്നാൽ നന്മ ചെയ്തവർക്ക് മാത്രം നന്മ ചെയ്യുന്ന, കരുണ ചെയ്യുന്ന ആ റഹ്മാൻ, അർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ നമസ്കാരത്തിൽ ഇമാം ഇങ്ങനെ ഉറക്കെ ചെല്ലുമ്പോൾ, ഇമാമിൻ്റെ കൂടെ നമ്മൾ ചെല്ലുമ്പോൾ, നമ്മൾ ഒറ്റയ്ക്ക് പതുക്കെ ചെല്ലുമ്പോൾ അല്ലാഹു തആല മുകളിലിരുന്ന് മലക്കുകളോട് പറയുന്നു, അസ്നാ അലയ്യ അബ്ദി, ഞാൻ അവന് ചെയ്തു കൊടുക്കുന്ന നിഅമത്ത് അവൻ മനസ്സിലാക്കിയിട്ട് അവൻ എന്നെ സ്തുതിച്ച് അംഗീകരിച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ആ ഒരു റെസ്പോൺസ്, പ്രതികരണം, അത് നമുക്ക് കിട്ടണം. നമ്മളെ റഹ്മാനിർ റഹീം ചെല്ലുമ്പോൾ, നമ്മളെ ഫാത്തിഹ ഓതുമ്പോൾ, അസ്നാ അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. മലക്കുകളോടാണ് പറയണ്ടത്, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചു, ഞാൻ അവൻ ഒരുപാട് റഹ്മത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ റഹ്മത്തൊക്കെ അവൻ മനസ്സിലാക്കി അംഗീകരിച്ച്, അഖറ നിഅമതി അലൈഹി സഗീറൻ കാന ഔ കബീറൻ, ഞാൻ അവന് നൽകുന്ന എല്ലാ നിഅമത്തും അവൻ അംഗീകരിച്ച് അതിനുള്ള ആ എന്നെങ്ങനെ നമുക്ക് അറിയാലോ, നമ്മളെ ഒരാൾ സ്തുതിച്ചാൽ ഒരു നല്ല സംസാരമായിട്ടോ നിങ്ങളുടെ സംസാരം, അല്ലെങ്കിൽ നിങ്ങളുണ്ടാക്കിയ ഭക്ഷണം
നല്ല ഭക്ഷണമായിട്ടോ എന്നാണ്, എത്ര ഉപ്പേറിയ മുളകേറിയ ഭക്ഷണമാണെങ്കിലും നന്നായിട്ടോ എന്ന് പറഞ്ഞാൽ സന്തോഷിക്കാത്ത ആളാരാളുള്ളത്? അള്ളാഹു തആല നമ്മൾ അള്ളാഹുവിനെ പരമകാരുണികനാണ്, കരുണാനിധിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട്, മനസ്സറിഞ്ഞുകൊണ്ട് ആ നിഅമത്തുകൾ അംഗീകരിച്ച് സ്തുതിച്ചാൽ അള്ളാഹ് മലക്കുകളോട് അഭിമാനപൂർവ്വം പറയുന്നതാണ്, അസ്നാ അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ഓൻ എന്നെ സ്തുതിച്ചു, ഓൻ സംഗതി മനസ്സിലായിട്ടുണ്ട്, ഞാൻ ഓനെ കൈവിടുകയില്ല. വഇദാ ഖാലൽ അബ്ദു മാലിക് യൗമിദ്ദീൻ, എൻ്റെ അടിമ മൂന്നാമത്തെ വചനമായ മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ വിചാരണ ദിവസത്തിൻ്റെ ഉടമസ്ഥനായവൻ, ഈ ദുന്യാവിൽ റഹ്മത്ത് നൽകി പരമകാരുണികനാണ്, അവനൊരുപാട് സ്തുതിക്കാൻ പറ്റുന്ന എല്ലാ നിഅമത്തുകളും എനിക്ക് നൽകി, മാത്രമല്ല ഇനി മരിച്ചു ചെന്നാലും എൻ്റെ രക്ഷകനായ പരമാധികാരി, അതിൻ്റെ ഉടമസ്ഥൻ, പരലോകത്ത് ഉടമസ്ഥൻ ഞാൻ മാത്രമാണ് എന്ന് മാലിക് യൗമിദ്ദീൻ, വിചാരണ ദിവസത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. അള്ളാഹുവിൻ്റെ പരലോകത്തെ പരമാധികാരം, ലിമനിൽ മുൽക്കുൽ യൗമ, ഈ പരലോകത്ത് ആരുടേതാണ് പരമാധികാരം എന്ന് ചോദിക്കുമ്പോൾ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അന്ന് അള്ളാഹാണ് മറുപടി പറയും, അള്ളാഹുവിന് മാത്രമുള്ളതാണ് ഈ പരലോകത്തെ പരമാധികാരം. ആ പരമാധികാരം നമ്മൾ ഇവിടെ വെച്ചുകൊണ്ട് തന്നെ, പരലോകം കാണാതെ, പരലോകത്തെ കത്താതെ, മാലിക് യൗമിദ്ദീൻ കൂട്ടമായി തോളോട് തോള് ചേർന്ന് മടമ്പും വെച്ച് അല്ലെങ്കിൽ ഒറ്റക്ക് നിന്നുകൊണ്ട് നമ്മൾ നമസ്കരിക്കുമ്പോൾ ആ മാലിക് യൗമിദ്ദീൻ എന്ന് ചെല്ലുമ്പോൾ അള്ളാഹു മലക്കുകളോട് പറയുന്നു, മജ്ജദനി അബ്ദി, എൻ്റെ മഹത്വം എൻ്റെ അടിമ അംഗീകരിച്ചിട്ടുണ്ട്. ദുനിയാവിൽ റഹ്മത്ത് ചെയ്തതിനുള്ള നിഅമത്തിനുള്ള ആ കാരുണ്യത്തെ അംഗീകരിച്ചത് മാത്രമല്ല, ഇനി മരിച്ചു ചെന്ന പരലോകത്ത് മനുഷ്യരെ ഒരുമിച്ച് കൂടുമ്പോഴും ഞാനാണ് അവിടുത്തെ പരമാധികാരി എന്ന എൻ്റെ മഹത്വം എന്നെ എൻ്റെ അടിമ അംഗീകരിച്ചിട്ടുണ്ട്. ഫവ്വള ഇലയ്യ അബ്ദി, എൻ്റെ അടിമ അവൻ്റെ എല്ലാ കാര്യങ്ങളും എന്നിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാനെ നമ്മളാണ്ട് ഏൽപ്പിച്ചു എന്ന് അള്ളാഹ്ക്ക് ബോധ്യപ്പെടുമ്പോൾ അത് മലക്കുകളോട് പറയും, ഇവിടെ എംഎസ്എസ് പള്ളിയിൽ നിന്ന് എൻ്റെ അടിമ അവൻ്റെ എല്ലാ കാര്യവും എന്നെ ഏൽപ്പിച്ച്, പരലോകത്ത് ഞാൻ തന്നെയാണ് പരമാധികാരി, നിന്നിൽ നിന്നല്ലാതെ രക്ഷ കിട്ടൂല എന്ന് എൻ്റെ അടിമ അതാ അംഗീകരിച്ച് പറഞ്ഞിരിക്കുന്നു. വഇദാ ഖാലൽ അബ്ദു ഇയ്യാക നഅ്ബുദു, അതുകൊണ്ട് എല്ലാ സ്തുതിയുടെയും ഉടമയായ, ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം കാര്യകർത്താവായ, റബ്ബുൽ ആലമീനായ, എല്ലാ കാരുണ്യങ്ങളും അള്ളാഹു നൽകിക്കൊണ്ട് ഈ ലോകത്തെ വളർത്തിയെടുക്കുന്ന, പരലോകത്തും എല്ലാം കൈക്കൽ വെച്ചുകൊണ്ട് അധികാരം വാഴുന്ന ആ റബ്ബേ ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ എന്ന തൗഹീദ് പറയുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവിൻ്റെ മഹത്വം ഇഹലോകത്തും പരലോകത്തും നാം അംഗീകരിച്ച്, നാം ഉറപ്പിച്ച് പറഞ്ഞിട്ട് ഇയ്യാക നഅ്ബുദു, അതുകൊണ്ട് നിന്നെ മാത്രം, വേറെ ആർക്കുമില്ല, ആ ഫോക്കസ് ചെയ്യാണ്, നിന്നെ മാത്രം നഅ്ബുദു, ഞങ്ങളിവിടെ ആരാധിക്കുന്നു. ആ നഅ്ബുദു ആരാ? ഞങ്ങൾ ഇമാമിൻ്റെ മോമുകളായി നിൽക്കുന്ന നമ്മളെല്ലാവരും, അല്ല ഈ പള്ളിയിലുള്ളവരെല്ലാവരും, അല്ല ഈ ഭൂമിയിലുള്ള എല്ലാവരും. നമ്മൾ ഫാത്തിഹ ഓതുമ്പോൾ അതേ ഫാത്തിഹ ഭൂമിയിൽ ഈ സമയത്തുള്ള എല്ലാവരും ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം ഭൂമിയിലുള്ള കോടാനുകൂടി ആളുകൾ നിന്നെ മാത്രമാണ് അള്ളാഹുവെ ആരാധിക്കുന്നത്. അതുവരെ നിങ്ങൾ നോക്ക്, അള്ളാഹുവിന് കൊടുക്കാണ്. അള്ളാഹുവിനാണ് സർവസ്തുതിയും, അവൻ കരുണാനിധിയാണ്. അള്ളാഹുവിൻ്റെ മഹത്വം ഇങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്, മുകളിലേക്ക് പറഞ്ഞ് കയറ്റി വിടുകയാണ്. അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഈ പരലോകത്തും അള്ള തന്നെയാണ്, അവൻ തന്നെയാണ് ഈ ഭൂമിയിലുള്ള ഞങ്ങളെല്ലാവരുടെയും ആരാധനയും. പടച്ചവനെ നിനക്ക് മാത്രമാണ്. ഇനി വയ്യാക നസ്തഈൻ, ഇയ്യാക നഅ്ബുദുവിൻ്റെ രണ്ടാം ഭാഗം നോക്കുങ്ങൾ. വയ്യാക നസ്തഈൻ അള്ളാഹു പറയുന്നു, വഇദാ ഖാലൽ അബ്ദു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു. ഇനി ഇയ്യാക നഅ്ബുദു വരെ അങ്ങോട്ട് കൊടുക്കുകയാണ്, ഇയ്യാക നസ്തഈൻ വരെ അങ്ങോട്ട് ചോദിക്കുക. ഇനി ഞങ്ങൾക്ക് ഒരുപാട് സഹായം വേണം പടച്ചോനെ, എനിക്കെൻ്റെ ആരോഗ്യം, എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ ഉപ്പ, എൻ്റെ ഉമ്മ, ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ ജോലി, ഇതിനൊക്കെ ഞങ്ങൾക്ക് നിൻ്റെ സഹായം വേണം. ഇങ്ങോട്ട് വാങ്ങുകയാണ്. കൊടുക്കാനുള്ളതൊക്കെ കാശാണ്ട് കൊടുത്ത്
നീ കൊണ്ടോ, ബാക്കി നമ്മൾ ചരക്ക് കണ്ട് വാങ്ങാണ്. വയ്യാക്ക നസ്തഈൻ. അള്ളാഹ് പറയുമത്രേ, ഹാദാ ബൈനി വബൈന അബ്ദി നിസ്ഫൈൻ വലി അബ്ദി മാ സഅൽ. ഇയ്യാക നഅ്ബുദു വയ്യാക നസ്തഈൻ എന്ന ഫാത്തിഹയുടെ വചനം, ഇത് ഞാനും ഓനും തമ്മിലുള്ള ഒരു ഇടപാടാണ്. ഓൻ ഇബാദത്ത് എനിക്ക് തരുന്നു, വയ്യാക നസ്തഈൻ സഹായം ഞാൻ അങ്ങോട്ട് കൊടുക്കണം. ഇയ്യാക നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. അതോ എനിക്ക് കണ്ട് തരികയാണ്. ഈ ലോകത്തുള്ള നിസ്കരിക്കുന്ന എല്ലാവരും എനിക്കിങ്ങനെ ഇബാദത്ത് കൊണ്ട് കയറ്റിത്തരുമ്പോൾ ഞാൻ ഇസ്തിആനത്ത് സഹായം അവനങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഭൂമിയിലേക്ക് ഇറക്കി കൊടുക്കുന്നു. ഹദാ ബൈന അബ്ദി ബൈനി വബൈന അബ്ദി, എൻ്റെയും എൻ്റെ അടിമയുടെയും ഇടയിലുള്ള ഒരു കരാറാണ്. അങ്ങോട്ട് തരുന്നതിന് ഞാൻ അങ്ങോട്ട് കൊടുക്കും. ഇനി അവിടെ നാണ്ട് നോക്കുങ്ങൾ, വയ്യാക നസ്തഈൻ മുതൽ ഇയ്യാക നഅ്ബുദു വരെ അങ്ങോട്ട് പോകുന്നു മുകളിലേക്ക്. ഇയ്യാക നസ്തഈൻ മുതൽ ഇനി ബാക്കി ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആ വചനം വയ്യാക നസ്തഈൻ മുതൽ ഇങ്ങോട്ട് വാങ്ങാണ്. പഠിച്ചവനെ, നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ഞങ്ങൾക്ക് സിറാത്തുൽ മുസ്തഖീമിലേക്ക് ചേരണം. അത് മനുഷ്യൻ അങ്ങാടിയിൽ നിന്ന് കിട്ടുന്നതല്ല, അതെൻ്റെ സാമർഥ്യം കൊണ്ട്, അറിവ് കൊണ്ട്, പാണ്ഡിത്യം കൊണ്ട് കിട്ടുന്നതല്ല, എൻ്റെ തന്ത്രം കൊണ്ട് കിട്ടുന്നതല്ല. ഹിദായത്ത് എന്ന് പറയുന്നത് ഇഹ്ദിന, ഞങ്ങളിനി വഴിയിൽ ചേർക്കണം. ഹിദായത്ത് കാണിച്ചു തരാൻ നമുക്കൊക്കെ കഴിയും. നമുക്ക് ഹിദായത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും, പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും, വായിക്കാൻ പറ്റും, അതൊക്കെ പറ്റും. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നബിയുടെ പിതൃവ്യനായ അബൂ താലിബ്, നബി ജനിച്ചെന്ന അബൂ താലിബ് ഏറ്റവും സന്തോഷിച്ച ആൾ അബൂ താലിബാണ്. കാരണം അത്ര നല്ലൊരു കുട്ടിയുണ്ടായി. ബാപ്പ മരിച്ചില്ലേ, നീ മൂത്താപ്പാണല്ലോ നോക്കാനുള്ളത്. അപ്പോൾ എൻ്റെ കുട്ടി എന്നുള്ള നിലയ്ക്ക് ഏറ്റവും സന്തോഷിച്ച ആൾ അബൂ താലിബാണ്. എന്നിട്ട് നബിയെ പോറ്റി തൻ്റെ മക്കൾ, ദാരിദ്ര്യമുള്ള അബൂ താലിബ് കിട്ടുന്നത് കൊണ്ട് തൻ്റെ മക്കൾക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഈ യതീം കുട്ടീനെയാണ് കൊടുത്തത് ഭക്ഷണം കൊടുത്തിരുന്നത്. മക്കളെക്കാളും നല്ല വസ്ത്രം ഈ യതീം കുട്ടിക്കാണ് എടുത്തു കൊടുത്തിരുന്നത്. ഇതിൻ്റെ അനുജൻ്റെ കുട്ടിയാണ്, ഓൻ യതീമാണ്, ഓൻ ഉമ്മയില്ല, ഉമ്മ പിന്നെ മരിച്ചു, ഓനൊരു യതീമാണ്, ഓനെ നോക്കണം. അത്രയധികം പ്രവാചകനെ സ്നേഹിച്ചു. അവസാനം 40 വയസ്സ് വരെ, കുട്ടിയൊക്കെ കഴിഞ്ഞ് നീ വലുതായപ്പോൾ നീ എൻ്റെ പണി നോക്കിക്കോ എന്നല്ല അബൂ താലിബ് പറഞ്ഞത്. 40 വയസ്സ് വരെ അബൂ താലിബ് നബിനെ നോക്കി. 40 വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായപ്പോൾ നബി വന്നു നേരെ വല്യാപ്പാൻ്റെ അടുത്ത്, മൂത്താപ്പാൻ്റെ അടുത്ത്. മൂത്താപ്പ, നിങ്ങൾ ഈ ബിംബങ്ങളേറ്റ് ആരാധിക്കുന്നത് ശരിയല്ല. അബൂ താലിബിൻ്റെ അദ്നാൻ വരെയുള്ള കാരണവന്മാർ ആരാധിച്ചിരുന്ന ഈ ബിംബങ്ങൾ ശരിയല്ല മുത്താപ്പ. 40 കൊല്ലങ്ങൾ എന്നെ നോക്കി, ശരി തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ പാരമ്പര്യത്തിൽ കൂടി നിങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങൾ ശരിയല്ല, നിങ്ങൾ മാറണം, തെറ്റു തിരുത്തണം എന്ന് പറഞ്ഞു. അബൂ താലിബിന് ഒന്നും മിണ്ടാൻ കഴിയണില്ല. അവൻ പറയുന്നത് ശരിയാണ്, അവൻ ശരിയേ പറയുള്ളൂ, അവൻ പറയുന്നത് ശരിയാണ്. അദ്ദേഹത്തിന് മനസ്സിലായി, ബോധ്യപ്പെട്ടു, പക്ഷെ മാറിയില്ല. അല്ലെങ്കിൽ അവസാനം അദ്ദേഹത്തെ ഈ തൗഹീദ് പറഞ്ഞതിൻ്റെ പേരിൽ മുഹമ്മദ് നബിയെ ഖുറൈശികൾ ആക്രമിക്കാൻ വന്നപ്പോൾ പറഞ്ഞു, തൊടാൻ പാടില്ല. വല്ലാഹിലോ, ഞാൻ എൻ്റെ ജീവിതകാലം നിലനിൽക്കുന്ന കാലത്തോളം അവൻ്റെ വല്ലാഹി ലൻ യസിലു ഇലൈക ബിജംഅഹിം. ഖുറൈശികളെ, നിങ്ങളെല്ലാവരോടും കൂടിയിട്ട് സംഘടിച്ച് വന്നാലും മുഹമ്മദിനെ തൊടാൻ ഞാൻ അയക്കൂല. ഓനെ 40 കൊല്ലം വളർത്തിയത് ഞാനാണ്. ഞാൻ എൻ്റെയും നിങ്ങളുടെയും ബിംബങ്ങളെ കുറ്റം പറയുന്നുണ്ട്, ഓൻ വേറെ പുതിയ മതം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ തല മണ്ണിൽ കുത്തുവോളം, ഞാൻ എൻ്റെ തല മണ്ണിൽ കുത്തി മരിച്ച് മണ്ണാവോളം അവനെ തൊടാൻ ഞാൻ അനുവദിക്കില്ല എന്നത് അത്ര വരെ പ്രവാചകനെ സംരക്ഷിച്ച അബൂ താലിബിന് അള്ളാഹ് ഹിദായത്ത് കൊടുത്തിട്ടില്ല. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീമിൻ്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കണം. എന്നെ നീ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ചേർക്കണമെന്ന് ഇത്രയും കാര്യങ്ങൾ അള്ളാഹുവിന് കൊടുത്തിട്ട് നമ്മൾ കൊണ്ട് ചോദിക്കുമ്പോൾ അതൊരു വല്ലാത്ത ചോദ്യമാണ്. സിറാത്തുൽ മുസ്തഖീമിലേക്ക് ചേർക്കാൻ ഞാൻ ഖുർആൻ 30 മനപ്പാഠമാക്കി അതിൻ്റെ തഫ്സീറും പഠിച്ച് അതിൻ്റെ എല്ലാം എനിക്ക് അറിയുമെന്നത് കൊണ്ടോ ഞാൻ പ്രഗത്ഭനായതുകൊണ്ടോ ഒന്നും സിറാത്ത് ഹിദായത്ത് കിട്ടൂല. അങ്ങനെ ഹിദായത്ത് കിട്ടുകയാണെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പേരക്കുട്ടികളുടെ ആ ചോരയിൽ പിറന്ന
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ച് 40 കൊല്ലം പോറ്റി വളർത്തിയ അബൂ താലിബിനാണ് ഹിദായത്ത് കിട്ടേണ്ടത്. പാരമ്പര്യം കൊണ്ട് കിട്ടുകയാണെങ്കിൽ അബൂ താലിബിനെ പോലെ പ്രവാചകനെ സംരക്ഷിച്ച ഒരാൾ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല ഇന്നേ വരെ. നബി മരിച്ചുപോയി, അതിൻ്റെ മരണത്തിൻ്റെ വരെ ഉണ്ടായിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് ഹിദായത്ത് കിട്ടാതെയാണ് മരിക്കുന്നത്. മരിക്കാൻ നേരത്ത് വരെ അബൂ താലിബിൻ്റെ തലക്കാമ്പുറത്ത് നിന്ന് നബി പറഞ്ഞു, ബാപ്പ മുത്താപ്പ ഒന്ന് ചെല്ലികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങളൊന്നും ഇതുവരെ ചെല്ലില്ല, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മുസ്ലിമായിട്ട് മരിക്കുക എന്ന് നബി സങ്കടപ്പെട്ട് പറഞ്ഞിട്ട് പോലും അദ്ദേഹം വിശ്വസിച്ചില്ല, ഹിദായത്ത് കിട്ടിയില്ല. നേരെ മറിച്ച് എത്ര ആളുകൾക്ക് അല്ലാഹു തആല ഹിദായത്ത് കൊടുത്തു. സൽമാനുൽ ഫാരിസി എന്ന് പറയുന്ന ഒരു സഹാബിയെ നമുക്കറിയാലോ. സൽമാനുൽ ഫാരിസി ആരായിരുന്നു അദ്ദേഹം? ഒരു മജൂസിയുടെ, പേർഷ്യയിൽ മലയുടെ മുകളിൽ ഒരു കർഷകൻ്റെ, മജൂസിയായ കർഷകൻ്റെ മകനായി ജനിച്ച ആളാണ് സൽമാൻ ഫാരിസി. ആ കർഷകൻ്റെ പണി എന്തായിരുന്നു? അയാൾ അവിടുത്തെ ആരാധനക്ക് നേതൃത്വം നൽകുന്ന അവിടുത്തെ പള്ളിയുടെ ആളായിരുന്നു. അവരെന്താ ആരാധിച്ചെന്ന്? തീയിനാണ്. വലിയ കുഴി കുത്തിയിട്ട് അതിൽ തീയിടും. എന്നിട്ട് ആ തീ ഇങ്ങനെ കത്തുമ്പോൾ എല്ലാവരും ആരാധിക്കും. ബാപ്പ കർഷകനാണ്. അയാൾ കൃഷിപ്പണിക്ക് പോകുമ്പോൾ സൽമാൻ എന്ന കുട്ടി കുറച്ച് വലുതായപ്പോൾ സൽമാനെയാണ് ഈ തീ കത്തിക്കുക. തീ പറഞ്ഞാൽ അവർ ദൈവമാണ്. ദൈവത്തിന് എങ്ങനെ എപ്പോഴും ലൈവായിട്ട് നിർത്താൻ വേണ്ടി സൽമാനെ ഏൽപ്പിച്ചത് ബാപ്പ. ആ സൽമാൻ എന്ത് ദീന് പേർഷ്യയിലാണ്. അയാൾക്ക് തോന്നി ഒരർത്ഥവും ഞാൻ കുലുക്കുഴിഞ്ഞ് കൊപ്പിളിച്ച് തുപ്പിയാൽ കെടുന്ന ഈ തീയിനെ ഞാൻ ആരാധിച്ചിട്ട്, എൻ്റെ വാപ്പ ആരാധിച്ചിട്ട് എന്താ കാര്യം, ഞാൻ ഇവിടുന്ന് പോവാമെന്ന് പറഞ്ഞ് ഒളിച്ചോടി സൽമാൻ പേർഷ്യൻ തെരുവിൽ വെച്ച് മദീനത്ത് കച്ചവടത്തിന് വന്ന ജൂതന്മാരെ ഈ കുട്ടിയെ അടിമയായി പിടിച്ചുകൊണ്ടുപോയി മദീനത്ത് കൊണ്ടുപോയി ചങ്ങലക്കിട്ട് അടിമപ്പണി എടുപ്പിച്ചു. ഈ കാലത്താണ് കുട്ടി അറിയുന്നത്. ജൂതന്മാർ യജമാനന്മാർ പറയാണ്, സൽമാൻ്റെ യജമാനന്മാർ, ഇവിടെ ഒരു ചങ്ങായി വന്നിട്ടുണ്ട് മുഹമ്മദ് എന്ന് പറഞ്ഞ്, ഓനൊരു പുതിയ ദീനുമായിട്ട് വന്നിട്ടുണ്ട്, ഖുർആൻ എന്നൊരു വേദം വന്നിട്ടുണ്ട്, മൂസാ നബി ഈസാ നബിയൊക്കെ പറഞ്ഞതിൻ്റെ ബാക്കിയാണത്രേ പറയുന്നത് എന്ന്. ഇങ്ങനെ അടിമയായ സൽമാൻ യജമാനന്മാരുടെ സംസാരത്തിൽ നിന്ന് കേട്ടപ്പോൾ തക്കം കിട്ടിയ ഒരു സന്ദർഭത്തിൽ വളരെ ആസൂത്രിതമായി സൽമാൻ മുഹമ്മദ് നബിയെ മദീനത്ത് വന്ന് കണ്ടു. മദീനത്തുള്ള ജൂതന്മാരെ വീട്ടിലുള്ള അടിമ നബിയെ വന്ന് കണ്ട് ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, റസൂലേ നിങ്ങൾ റസൂലാന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ആരായി ബോധ്യപ്പെട്ട ആൾ? 40 കൊല്ലം റസൂലിനെ പോറ്റി വളർത്തി ഈ ഖുർആനും ഈ ദീനും ഒക്കെ കേട്ട അബൂ താലിബിന് ബോധ്യപ്പെടാത്തത് പേർഷ്യയിൽ മരുഭൂമിയിൽ മലയുടെ മുകളിൽ താമസിച്ചിരുന്ന ഒരു മജൂസിയുടെ മകൻ, ഒരു അടിമച്ചക്കന് ബോധ്യപ്പെട്ടു. ഹിദായത്ത് അല്ലാഹു തആല കൊടുത്തു എന്നർത്ഥം സൽമാനുൽ ഫാരിസിക്ക്. ആ സൽമാനാണ് പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധതന്ത്രത്തിൻ്റെ കമാൻഡറായിരുന്നത്. എല്ലാ അർത്ഥത്തിലും നബിക്ക് സഹായകമായത് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ആയിരുന്നു. നോക്കുകൾ, ഹിദായത്ത് കിട്ടാൻ ഒരു അടിമച്ചക്കനെന്ന് അല്ലാഹു തആല തീരുമാനിച്ചില്ല, കൊടുക്കണ്ടെന്ന്. എന്നാൽ വലിയ ഖുറൈശി പ്രമുഖനായ 40 കൊല്ലം നബിനെ നോക്കിയ, നബിക്ക് വേണ്ടി വാദിച്ച അബൂ താലിബിന് കൊടുക്കണമെന്ന് നബി അല്ലാഹു തീരുമാനിച്ചില്ല. ഹിദായത്തൊരു വല്ലാത്ത സാധനമാണ് സഹോദരങ്ങൾ. ആ ഹിദായത്തിനാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഡൗൺലോഡ് ചെയ്യാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. പഠിച്ചവനെ എന്നെ ഹിദായത്താക്കണം. ഇതുവരെ ഈ ഇശാ വരെ ഞാൻ പേവിലാണ്. ഞാൻ തോന്നിയാസം കാണാറുണ്ട്, തോന്നിയാസം കേൾക്കാറുണ്ട്. ഞാൻ എൻ്റെ ഭർത്താവിനനുസരിക്കാറില്ല, എൻ്റെ ഭാര്യയെ ഞാൻ ചീത്ത വിളിക്കാറുണ്ട്, എൻ്റെ മാതാപിതാക്കളെ ഞാൻ നന്നായി നടത്താറില്ല, എൻ്റെ കുടുംബത്തെ ഞാൻ നോക്കാറില്ല. ഇന്ന തെറ്റുകൾ രഹസ്യവും പരസ്യവുമായി എന്നിൽ വരാറുണ്ട്. പഠിച്ചവനെ എനിക്ക് നീ ഹിദായത്ത് തരണം. എനിക്ക് അറിവ് തന്നു, എനിക്ക് ബുദ്ധി തന്നു, പക്ഷേ ഹിദായത്ത് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് എന്നെ നീ വഴി കാണിക്കണം, വഴി ചേർക്കണം. അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായി ചോദിക്കുകയാണെങ്കിൽ അള്ളാഹ് പറയും, ഹാദാലി അബ്ദി ഒലി അബ്ദി മാസാൽ, തരാ ചോദിച്ചു ഞാൻ തരാം. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, ഏത് വഴി? വെറും സാധാ മുസ്ലിമീങ്ങളുടെ വഴിയല്ല, സാധാ ജാതി വർഗത്തിൻ്റെ വഴിയല്ല. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. നബിമാർ, സിദ്ദീഖുമാർ, ശുഹദാക്കന്മാർ, സാലിഹീങ്ങളായ ആളുകൾ പോന്ന ആ ഒരു നല്ല VIP ലോഞ്ച് ഉണ്ട്. അവിടേക്കാണ് എന്നെ ചേർക്കേണ്ടത്.
VIP-കളായ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉന്നതന്മാരായ നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ, ആ മാർഗത്തിലേക്ക് എന്നെ നീ ചേർക്കണം. നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ, സ്വർഗം ചോദിക്കുമ്പോൾ ഫിർദൗസ് ചോദിക്കണം, ചെറിയത് ചോദിക്കരുത് എന്ന്. ചെറിയ സ്വർഗമൊന്നും ചോദിക്കാൻ പാടില്ല. ഫിർദൗസ് ഏറ്റവും മുന്തിയ സ്വർഗം ചോദിക്കണം. നമ്മൾ വഴി ചോദിക്കുമ്പോൾ എന്നെ ഒരു മിനിമം മുസ്ലിമാക്കിയാൽ പോരാ. ഞാൻ അങ്ങനെ ഒരു 5 വഖത്ത് നിസ്കരിച്ച് എനിക്ക് തറാവിയില്ല, സുന്നത്തൊന്നും നിസ്കരിക്കൂല, എനിക്ക് താടിയൊന്നും വെക്കൂല, സുന്നത്തൊന്നും ഞാൻ എടുക്കൂല, ഞാൻ അങ്ങനെ ഒരു മിനിമം നടന്നോല, അത് പോരാ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച മിനൻ നബിയ്യീൻ വസിദ്ദീഖീൻ വശുഹദാഇ വസ്സാലിഹീൻ, ആ മാർഗത്തിൽ, ആ മഹാന്മാരുടെ കൂട്ടത്തിൽ എന്നെ നീ ചേർക്കണം. ആത്മാർത്ഥമായി പറയുകയാണെങ്കിൽ അള്ളാഹ് മലക്കുകളോട് പറയും, ഓന് ഞാൻ കൊടുക്കും. ഒലി അബദി മാസഅൽ, ഓൻ ചോദിച്ചത് ഞാൻ കൊടുക്കും, ഉറപ്പന്നെ. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിയാദ്, അള്ളാഹ് വാഗ്ദാനം ലംഘിക്കൂല. എന്നിട്ട് ഒന്നുകൂടി പറയുന്നു, വൈരിൽ മഗ്ദൂബി അലൈഹിം, പഠിച്ചവനെ നിൻ്റെ കോപ്പം കിട്ടിയ കുറേ ആളുകളുണ്ട്. ആരാണ്? നല്ലോണം പഠിച്ചു, നല്ലോണം മനസ്സിലാക്കി, കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ ജീവിതത്തിൽ അത് പകർത്തൂല. അവനോടാണ് അള്ളാഹ് ഏറ്റവും കൂടുതൽ കോപ്പിക്കുക. അറിയാത്ത മണ്ടന്മാർ എന്തെങ്കിലും ചെയ്താൽ അവനെ അള്ളാഹു തആല അവനോട് കോപ്പമല്ല ഉണ്ടാവുക, അവനോട് സഹതാപം ഉണ്ടാവുക. പാവസാധുവിനൊന്നും അറിയില്ല. ഇതെല്ലാം അറിഞ്ഞിട്ടും തോന്നിവാസം ചെയ്യുന്നവർ, ഇവർ പറയുന്നത് ജൂതന്മാരെന്ന് ഈ തഫ്സീറുകൾ കാണാം. അള്ളാഹുവിൻ്റെ കോപ്പം ലഭിച്ച ആളുകൾ, അറിഞ്ഞിട്ടും തിന്മ ചെയ്യുന്ന ആളുകൾ, അതിലേക്ക് ഞങ്ങളെന്നെ ചേർക്കരുത് പഠിച്ചോനെ. ഒക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്, എന്നെ തിന്മ ചെയ്യാനുള്ള തൗഫീക്ക് എനിക്ക് നീ തരരുത്. അതിനെൻ്റെ കോപ്പം കിട്ടിയ ആളുകളാണ് വലല്ലാലീൻ. എന്നിട്ടോ നീ ശരിക്കും പഠിക്കാതെ വഴിതെറ്റിപ്പോയ ആളുകളുണ്ട്. ഇത് ശരിയാണെന്നും വിചാരിച്ച് അള്ളാഹിനെയാണ് ആരാധിക്കുന്നത് എന്നും വിചാരിച്ച് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തീർക്കുന്ന ആളുകൾ, അള്ളാഹുവിനോടുള്ള തഖറുബ് ഇബാദത്താണെന്ന് വിചാരിച്ച് അള്ളാഹ് പഠിപ്പിക്കാത്ത ബിദ്അത്തുകൾ ചെയ്യുന്നവർ, അനാചാരങ്ങൾ ചെയ്യുന്നവർ, വേണ്ടാത്ത ഇല്ലാത്ത മൗലൂദും റാത്തീബും സലാത്തും ചൊല്ലുന്നവർ, അള്ളാഹുവിന് വേണ്ടിയാണെന്ന് വിചാരിച്ച് ആ നിലക്ക് വഴിതെറ്റി ജീവിക്കുന്ന അമ്പിയാക്കളോട് പ്രാർത്ഥിക്കുന്നവർ, അന്നസാറ മിസ്ലൻ നസാറ, അമ്പിയാക്കന്മാരുടെ മാതാക്കളോട് പ്രാർത്ഥിക്കുന്നവർ, ഈസാ നബിനോടും മറിയമിനോടും പ്രാർത്ഥിക്കുന്നവർ, അങ്ങനെ പിഴച്ചുപോയ, ശരിയാന്ന് വിചാരിച്ച് പിഴച്ചുപോയവരുടെ കൂട്ടത്തിലാക്കരുത്. കൃത്യമായി ശരിയാന്ന് മനസ്സിലാക്കിയിട്ട് ബോധപൂർവം ധിക്കരിച്ച് നടക്കുന്ന മഗ്ലൂബ് അലൈഹിങ്കിലും ആക്കരുത്. നേരെ മറിച്ച് ശരി മനസ്സിലാക്കി ആ ശരിക്ക് വേണ്ടി ഉറച്ചു നിന്ന് ജീവിക്കുന്ന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച നബിമാരുടെ കൂട്ടത്തിലേക്ക് ചേർക്കണം. നോക്കുക, വയ്യാക്ക നസ്തഈൻ മുതൽ നമ്മളിങ്ങനെ അള്ളാഹുവിനോട് ഇങ്ങോട്ട് വാങ്ങുന്നു. അപ്പോൾ അള്ളാഹ് പറയുന്നു, ഹാദാ ബൈനി വബൈന അബ്ദി വലി അബ്ദി മാ സഅൽ, ഈ ചോദിച്ചതൊക്കെ ഞാൻ തരും, എൻ്റെ അടിമക്ക് ഞാൻ തരാം. അപ്പോൾ അതാണ് ഫാത്തിഹ, ഇതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ശേഷം നമ്മൾ ഒറ്റക്കാണെങ്കിൽ നമ്മൾ ആമീൻ പറയുന്നു, നമ്മുടെ കൂടെ മലക്കുകൾ ആമീൻ പറയുന്നു. നമ്മൾ ഇമാമു ജമാഅത്തിൻ്റെ കൂടെയാണെങ്കിൽ ഫൈൻ വാഫഖത്ത് ഇമീനഹു തഅമീനൽ ഇമാം, ഇമാമിൻ്റെ കൂടെയാണ് നമ്മൾ ആമീൻ പറയുന്നതെങ്കിൽ, ഇമാം ആമീൻ പറയുമ്പോൾ നമ്മളും ആമീൻ പറയുന്നുണ്ടെങ്കിൽ, നമ്മുടെ നമസ്കാരത്തിന് ഹാജറായ മലായിക്കത്തുകൾ അതിൻ്റെ കൂടെ ഇമാമിൻ്റെയും നമ്മുടെയും കൂടെ മലായിക്കത്തുകളും കൂടി ആമീൻ പറയുമ്പോൾ അല്ലാഹു തആല വാഗ്ദാനം ചെയ്ത വയ്യാക്ക നസ്തഈൻ മുതൽ നമ്മൾ ചോദിച്ചതൊക്കെ അള്ളാഹ് നമുക്ക് തരുന്നു. ഈ നിലക്ക് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മളൊരു ഫാത്തിഹ ഓതി നമ്മൾ നമസ്കരിക്കുകയാണെങ്കിൽ എത്ര വലിയൊരു മനസ്സമാധാനം. അതാണ് നബി പഠിപ്പിച്ചത്. നിങ്ങൾ നിസ്കരിക്കുക, നിങ്ങളൊന്ന് 5 നേരം നിസ്കരിക്കുക എന്ന് പറയുന്നത്, 5 നേരം കുളിക്കുക. റഅയ്തും ലൗ അന്ന നഹ്റൻ ബിബാബി അഹദിക്കും സുമ ഫയഗ്തസിലു മിൻഹു 5 മററാത്ത് അൽ യബ്ഖാ മിൻ ദർനിഹി ശൈഉൻ. നിങ്ങളെ വാതിൽക്കൽ കൂടി ഒരു അരുവി പോകുന്നുണ്ട്. നമ്മളെ റൂം ഇവിടെയാണ്, റൂമിൻ്റെ വാതിൽക്കൽ കൂടി നല്ല തെളിനീരുള്ള ഒരു അരുവി പോകുന്നു. എന്നും ആ അരുവിയിൽ നിന്ന് 5 നേരം കുളിച്ചാൽ എത്രമാത്രം ഫ്രഷാവും. ഒരഴുക്ക് പോലും ശരീരത്തിലില്ലാതെ എപ്പോഴും നിത്യ വസന്തം, എന്നും നിതാന്ത ഫ്രഷായിക്കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ അഴുക്ക് ബാക്കിയാകുമോ? ഇങ്ങനെ ഓരോ ഫാത്തിഹയിൽ കൂടി, ഓരോ നമസ്കാരത്തിൽ കൂടി, ഓരോ സുജൂദിൽ കൂടി, ഓരോ റുക്കോയിൽ കൂടി നമ്മളിങ്ങനെ ഫ്രഷായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ 5 നേരം മനസ്സിൽ തട്ടി നമ്മൾ ഈ ഫാത്തിഹയും അനുബന്ധ റുക്കോയും സുജൂദൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ജീവിതം എന്നും
കൃത്യമായ വിശുദ്ധി നിലനിൽക്കും. അതുകൊണ്ട് നമ്മൾ ഫാത്തിഹ പഠിക്കുക, അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് പഠിക്കുക. എന്നിട്ട് നമ്മൾ നിസ്കരിക്കാൻ പോകുമ്പോൾ ഒന്നുണ്ടാക്കി സൊഫിലാണ് നിൽക്കുമ്പോൾ എല്ലാ ചിന്തകളും ഒഴിവാക്കി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നങ്ങണ്ട് ചൊല്ലി തുടങ്ങുമ്പോൾ അള്ളാഹുവിനോടുള്ള സ്വന്തമായ രഹസ്യമായ ഒരു സംഭാഷണം നമ്മൾ അള്ളാഹുവിനോട് ഇങ്ങനെ പറയുമ്പോൾ അള്ളാഹ് മലക്കുകളോട് നമ്മളെപ്പറ്റി ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലിങ്ങനെ കരുതി അള്ളാഹ്ക്ക് കൊടുക്കേണ്ടത് കൊടുത്ത് അള്ളാഹുവിൻ്റെ ഇങ്ങനെ ചോദിച്ച് വാങ്ങേണ്ടത് വാങ്ങിച്ചിങ്ങനെ വരുമ്പോൾ അള്ളാഹു നമുക്ക് തന്നിരിക്കും. ആമീൻ എന്ന് പറയുന്നതോടുകൂടി നമ്മുടെ മനസ്സിൽ എനിക്ക് എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ടെന്നുള്ള ഒരു സമാധാനം കിട്ടിയിരിക്കും. ജുഇലത്ത് ഖുർറത്തു ഐനി ഫിസ്സലാ, നമസ്കാരത്തിലാണ് എൻ്റെ ഏറ്റവും കണ്ണിന് കുളിർമയുള്ള സന്ദർഭം, സന്തോഷിക്കുന്ന സന്ദർഭമെന്ന് നബി പഠിപ്പിച്ചത് നമ്മുടെ നമസ്കാരത്തിൽ അന്വർത്ഥമാകും. ആ നിലക്കുള്ള ഒരു നമസ്കാരം നിർവഹിച്ചുകൊണ്ട് നിത്യജീവിതം ശോഭനമാക്കാനും നിത്യജീവിതം എന്നും പച്ചപ്പുള്ള അള്ളാഹുവുമായുള്ള ബന്ധം ഉള്ളതാക്കാനും നമ്മൾ ശ്രമിക്കണം. അതിന് നമ്മൾ പഠിക്കണം. അതോടൊപ്പം നമ്മൾ സൂറത്തിൻ്റെ അർത്ഥങ്ങളും കൂടി ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും എത്രമാത്രം നമ്മുടെ മനസ്സ് അള്ളാഹുവിൽ ഇങ്ങനെ കെട്ടിയിട്ട് നമ്മൾ ബന്ധപ്പെടുമെന്ന് നമ്മൾ ആലോചിക്കണം. ഖുർആൻ പഠിക്കുക. അതിലെ ഒന്നാമത്തെ ഒരുപാട് മഹത്വങ്ങളുള്ള നിധിയായ എല്ലാത്തിനും മതിയാക്കുന്ന ഖുർആനിൻ്റെ ഉമ്മായ വേദഗ്രന്ഥങ്ങളുടെ 4 വേദത്തിലും സൂറത്തുൽ ഫാത്തിഹ ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ രൂപത്തിലാവില്ല ഈ ആശയം 4 വേദഗ്രന്ഥങ്ങളിലും. അതാണ് ഉമ്മുൽ കിതാബ്. വേദഗ്രന്ഥങ്ങളിലെ ആ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ഈ സൂറത്ത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരൊറ്റ നമസ്കാരം നമ്മൾ നമസ്കരിച്ചാൽ തന്നെ അതിൻ്റെ ഒരു കുളിർമയും സമാധാനവും നമ്മുടെ മനസ്സിന് കിട്ടും. അങ്ങനെയുള്ള നമസ്കാരത്തോടുകൂടി നമസ്കരിക്കാനും ഫാത്തിഹ നിർവഹിക്കാനും അതിനുള്ള അറിവും ബുദ്ധിയും വിവേകവും മനസാന്നിധ്യവും ഇഖ്ലാസും നമസ്കരിക്കുന്ന സമയത്ത് ഖുശൂഉം ഖുളൂഉം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.